ഈ പെരുന്നാൾ എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഞാൻ പറയും, ആദിമസഭ പീഡനത്തിലേർപ്പെട്ടപ്പോൾ, പീഡനം നേരിടേണ്ടി വന്നപ്പോൾ, ചക്രവർത്തിമാർ ഉപദ്രവിച്ചപ്പോൾ, സഭ തകരുമെന്ന് എല്ലാവരും കരുതിയപ്പോൾ, പരിശുദ്ധ സഭ ജീവിച്ചത് എവിടാന്നറിയാമോ? എവിടെയാ? ഗാർഹിക സഭ കൊണ്ട് നിലനിന്ന ക്രൈസ്തവ പാരമ്പര്യമാണ് നമുക്കുള്ളത്. വീടുകൾ തകർന്നാൽ, കുടുംബം തകർന്നാൽ സഭ തകരും. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മൾ വീട് പണിയാൻ പോവുക. ഇന്ന് രാത്രി നമ്മൾ വീട് പണിയാൻ പോവുക. അക്കാര്യം പ്രത്യേകമായിട്ട് ഓർക്കണം. അതുകൊണ്ട് വീട് പണിയുന്ന ഒരു സന്ധ്യയായിട്ട് ഇത് മാറട്ടെ. നിങ്ങൾക്കിടയിലേക്ക് വന്ന് അല്പനേരം സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന പുസ്തകം ഏതാണെന്നറിയാമോ? സദൃശവാക്യങ്ങളാണ്. സദൃശവാക്യങ്ങൾ എഴുതിയതാര്? ധൈര്യപൂർവ്വം വർത്താനം പറഞ്ഞു. ആര്? ശലോമോൻ. സദൃശവാക്യത്തിന്റെ മുമ്പുള്ള പുസ്തകം ഏതാ? സങ്കീർത്തനം. ശേഷമുള്ള പുസ്തകം ഏതാ? ഒന്നുകൂടെ നോക്കണേ. സഭാപ്രസംഗി അല്ലേ? അപ്പൊ സങ്കീർത്തനങ്ങൾക്കും സഭാപ്രസംഗിക്കും ഇടയിലായി മനോഹരമായ സദൃശവാക്യങ്ങൾ ശലോമോന്റെ വിജ്ഞാനം കൊണ്ടും ദൈവകൃപ കൊണ്ടും നിറഞ്ഞു നിൽക്കുന്ന ഭാഗം നമുക്കറിയാം. വീട് പണിയുക. ഈ മറ്റ് ജോലിയൊന്നും ഇല്ലാത്ത വീട്ടമ്മമാരോട് ജോലി എന്താന്ന്, ജോലി വല്ലതും ഉണ്ടോന്ന് ചോദിച്ചാൽ നമ്മളെന്തായിരിക്കും പറയുന്നത്? ഒരു ജോലിയില്ലെന്നോ? വീട്ടിൽ നമ്മൾ പറയുമല്ലോ, എന്തോ വൈഫാന്നാ പറയുന്നത്? ഹൗസ് വൈഫാണെന്നാ പറയുന്നത് അല്ലേ? ഹൗസ് വൈഫാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പൊ ആ പദം ഉപയോഗിക്കത്തില്ല. ഇപ്പൊ ആ പദം അതിന് പകരം ഉപയോഗിക്കുന്ന പദം ഏതാ? ധൈര്യപൂർവ്വം പറയുന്നേ. ഏത് പദം ഉപയോഗിക്കുന്നേ? ഹോം മേക്കർ എന്ന് പറഞ്ഞ വാക്കാണ്. എത്ര സുന്ദരമായ പദമാണ്. എന്താ, എനിക്ക് ജോലിയൊന്നും ഇല്ലാതില്ല, ഞാൻ ചെയ്യുന്ന പണി എന്താണെന്നറിയാമോ? ഞാൻ എന്ത് പണിയുക? വീട് പണിയുക. ഇന്ന് രാത്രി നമ്മൾ എന്ത് പണിയാൻ പോവുക? പ്രത്യേകിച്ച് സ്ത്രീകളിലേക്ക് വീട് പണി എന്ന് പറഞ്ഞാൽ തീരുന്ന കാര്യമാണോ? അല്ല. ഒരു വീടായാൽ ആദ്യം എഴുന്നേക്കുന്ന ആരാ? എന്താ പറയാനൊരു മടി? ആരാ? സ്ത്രീകളാണ്. എന്ത് പാവങ്ങളാ കേട്ടോ. സ്ത്രീകളാണ് രാവിലെ എഴുന്നേക്കുന്നത്. ഏറ്റവും അവസാനം ഉറങ്ങാൻ പോകുന്ന ആരാന്നറിയാവോ? അത് പണ്ട്. ഇപ്പൊ അപ്പനെ അമ്മയെ ഉറക്കി കിടത്തിയിട്ട് മക്കൾ ചാറ്റിങ് തുടങ്ങുന്ന എപ്പോഴാണെന്നറിയാവോ? പണ്ട് മക്കളെ ഉറക്കി കിടത്തിയിട്ട് അപ്പനും അമ്മയും പോകും. ഇന്ന് അപ്പനെയും അമ്മയെ ഉറക്കി കിടത്തിയിട്ടാണ് ആര് പണി തുടങ്ങാൻ പോകുന്നത്? മക്കള്. പക്ഷേ പണ്ടങ്ങനല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഒരു വീട്ടിലെ അവസാനത്തെ പാത്രം കഴുകുന്ന ഒരു രംഗമുണ്ട് കേട്ടോ. ഞാൻ പറയും, ഒരു വീട്ടിൽ ഏറ്റവും നന്നായിട്ട് വെളുക്കുന്ന പാത്രം അവസാനം കഴുകുന്ന പാത്രമായിരിക്കും. എന്തുകൊണ്ടാണെന്നറിയോ? രാവിലെ മുതൽ അടുക്കളയിൽ കയറി ജോലി ചെയ്ത് അവസാനം കിട്ടിയ പാത്രം കഴുകാൻ പോയതൊക്കെ ആണുങ്ങളൊക്കെ അത്താഴം ഉണ്ടിട്ട് പോയി കിടന്ന് കൂർക്കം വലിച്ച്, ഈ കൂർക്കം വലി കേൾക്കുമ്പം എന്തു വരും? ദേഷ്യം. അതുകൊണ്ടാണ് അവസാനത്തെ പാത്രം കഴുകുമ്പോൾ വീട്ടിൽ പ്രത്യേകം ശബ്ദമൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ പാത്രം ഉരയ്ക്കുന്ന എന്താന്ന് വിചാരിച്ചാണ്? ഭർത്താവാണെന്ന് വിചാരിച്ച് ഉരച്ചോണ്ടാ. അപ്പോൾ നിശ്ചയമായിട്ടും ഈ പാത്രം എന്ത് ചെയ്യും? നന്നായിട്ട് വെളുക്കും. അപ്പോ നന്നായിട്ട് അധ്വാനിക്കുന്നത്. അതുകൊണ്ട് ഈ സ്ത്രീകളുടെ ശവസംസ്കാര ശുശ്രൂഷയില് മൃതശരീരത്തെ നോക്കിക്കൊണ്ട് പൗരസ്ത്യ പിതാക്കന്മാർ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താ പ്രാർത്ഥിക്കുക അറിയോ? വീടതിൽ ഇടതടവില്ലാതെ ഓടി നടന്നോളേ എന്നാണ്. നോക്കിക്കേ, ജോലി ചെയ്യുന്നത് വീട്ടിൽ ഭർത്താവ് മാനിച്ചില്ലെങ്കിൽ, മക്കള് മാനിച്ചില്ലെങ്കിൽ, ലോകക്കാർ മാനിച്ചില്ലെങ്കിൽ, ശവസംസ്കാര ശുശ്രൂഷയുടെ സമയത്ത് സ്ത്രീകളുടെ മൃതശരീരത്തെ നോക്കിക്കൊണ്ട് പൗരസ്ത്യ പിതാക്കന്മാർ എഴുതി വെച്ചിട്ടുണ്ട്, വീടതിൽ ഇടതടവില്ലാതെ ഓടി നടന്നോളെ. നിങ്ങളുടെ അധ്വാനങ്ങളെ അഡ്മിറ്റ് ചെയ്യുന്നവരാണ് പരിശുദ്ധ പിതാക്കന്മാരെന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പൊ ഇന്ന് നമ്മൾ വീട് പണിയാൻ പോവാ. അപ്പൊ അതിന് ശലോമോൻ ഉപയോഗിക്കുന്ന സ്ത്രീയുടെ അടയാളമാണ്. പ്രത്യേകിച്ച് ഇത് ആരുടെ പെരുന്നാള്? മാതാവിന്റെ. അതുകൊണ്ട് സ്ത്രീത്വത്തിന്റെ അടയാളം കൊണ്ട് നമുക്കെങ്ങനെ വീട് പണിയാം? ഈ രാത്രിയിലെ ചിന്ത അതാണ്. ഒന്നാമത്തെ ചിന്ത, ജ്ഞാനം കൊണ്ട് വീട് പണിയുക. എന്തുകൊണ്ടാണ് വീട് പണിയണ്ടേ? ജ്ഞാനം കൊണ്ട് വീട് പണിയുക. ഹോം മേക്കർ എന്ന് പറഞ്ഞ പദം ചരിത്രത്തിൽ ആദ്യമായിട്ട് ഉപയോഗിച്ച ആരാന്നറിയാമോ? ആരാ? ശലോമോനാ. ഏത് വാക്യമാണെന്നറിയാമോ? ഒന്നാമത്തെ ചിന്ത, ജ്ഞാനം കൊണ്ട് വീട് പണിയണമെന്ന് പറയുന്ന ചിന്ത
സദൃശവാക്യങ്ങൾ 14-ാം അധ്യായം 1-ാം വാക്യം. അവസാനം ഞാൻ ബാക്കിയെല്ലാം ചോദിക്കും, ഓർത്തിരുന്നോണം. സദൃശവാക്യങ്ങൾ 14 അധ്യായം 1-ാം വാക്യം എന്താ അവിടെ പറഞ്ഞു? ഒരാളൊന്ന് വായിച്ചേ. സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തന്റെ വീട് പണിയുന്നു, ഭോഷത്വമുള്ളവളോ അത് സ്വന്തം കൈകളാൽ പൊളിച്ച് കളയുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് വീട് പണിയുന്നത്? ജ്ഞാനം കൊണ്ട്. അപ്പൊ ജ്ഞാനം എന്താണ്? സദൃശവാക്യങ്ങൾ 1-ാം അധ്യായം 7-ാം വാക്യം. ഇപ്പൊ 2 വാക്യമായി. ഏതാ ഒന്നാമത്തെ വാക്യം? ഏതാ? സദൃശവാക്യങ്ങൾ 14-ന്റെ 1. രണ്ടാമത്തെ വാക്യം സദൃശവാക്യങ്ങൾ 1-ന്റെ 7. ഒന്ന് വായിച്ചേ. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ. അപ്പൊ ഭക്തിയാണ് ജ്ഞാനത്തിന്റെ ആരംഭം. ജ്ഞാനം എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങൾ ചേരുന്നതാ. 1 ഭക്തിയും, 2 സ്നേഹവും. ഏതൊക്കെയാ ചേരുന്നേ? ഇറ്റ്സ് എ ഹൈബ്രിഡ്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ്. ഇപ്പൊ ഇത് ഹൈബ്രിഡിന്റെ കാലമല്ലേ? നമ്മുടെ വണ്ടി എന്താ? ഹൈബ്രിഡാ. എന്താ ഈ ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ? ഇലക്ട്രിക് കൊണ്ട് സ്റ്റാർട്ടാകും, പെട്രോൾ കൊണ്ട് ഓടും. എന്തൊരു മൈലേജ് എന്നറിയാമോ? ഹൈബ്രിഡുകളുടെ കാലമാണിത്. അപ്പോൾ ജ്ഞാനമെന്ന് പറഞ്ഞാലും ഹൈബ്രിഡാണ്. ഏതൊക്കെ ചേരുന്നതാ ഹൈബ്രിഡ്? ജ്ഞാനത്തിൽ എന്തൊക്കെയുണ്ട്? ഒരു പുതിയ കണക്ക് പഠിപ്പിക്കാം. ഭക്തി പ്ലസ് സ്നേഹം ഈക്വൽ എന്താണ്? ജ്ഞാനം. അപ്പൊ ജ്ഞാനം എന്ന് പറഞ്ഞേ. ഭക്തിയും സ്നേഹവും കൂടിക്കലരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? ജ്ഞാനം ഉണ്ടാകും. ഇനി ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ നോക്കാൻ പോവാ. ഭജ് എന്ന് പറയുന്ന ധാതുവിൽ നിന്നാണ് ഭക്തി എന്ന് പറഞ്ഞ പദം ഉണ്ടായത്. ഏത് ധാതുവിൽ നിന്നാ? ഭജ് എന്ന് പറയുന്ന ധാതുവിൽ നിന്നാണ് ഏത് പദം ഉണ്ടായത്? ഭക്തി. ഭജ്, ഭജന കേട്ടിട്ടുണ്ടോ? ഭജന അല്ലേ? അതിൽ നിന്ന് തന്നെയാണ് ഒരു ധാതുവിൽ നിന്ന് തന്നെ 2 പദം ഉണ്ടായിട്ടുണ്ട്. ഒന്ന് ഭുജ്, പൂജിക്കുക. പൂജിക്കാന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? പൂജിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഭക്ഷിക്കുക. നമ്മൾ ഭക്ഷിക്കുന്നതിനെ പൂജിക്കുക എന്ന് പറയാൻ പറ്റുമോ? നമുക്ക് ഭുജിക്കുവല്ല, ഒരു ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്നതിന് പറയുന്ന പേരാണ് പൂജിക്കുക. നമ്മൾ പൂജിക്കുകയാണ് ചെയ്യുന്നത്, വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. ഏതാ ചെയ്യുന്നത്? വിഴുങ്ങുക. കൊച്ചുങ്ങളെ നോക്കിക്കേ. നമ്മുടെ കൊച്ചുങ്ങളൊക്കെ ഇന്ന് ഉറങ്ങുമ്പോൾ എത്ര മണിയാകും? 12 മണി, 1 മണി. രാവിലെ അവർ എഴുന്നേക്കുവോ? ഇല്ല. സൂര്യൻ ഉദിക്കുന്ന എവിടെയാണെന്ന് അവർക്ക് അറിയത്തില്ല. പിന്നെ അസർട്ടീവ് സെന്റൻസ് അഥവാ ഡിക്ലറേറ്റീവ് സെന്റൻസ് പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് അധ്യാപകർ അവർക്ക് ഉദാഹരണം പറഞ്ഞു കൊടുക്കും. സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. അതുകൊണ്ട് അവർക്കറിയാം സൂര്യൻ ഉദിക്കുന്ന എവിടെയാണ്? കിഴക്കാണെന്ന്. അല്ലെ? ഈ താമസിച്ച് കിടക്കുന്ന കൊച്ചുങ്ങൾ രാവിലെ എഴുന്നേക്കാത്തോണ്ട് മാതാപിതാക്കൾ രാവിലെ എഴുന്നേൽപ്പിച്ചാൽ മാത്രം മതി, വേറെ ഒരു എക്സസൈസും ചെയ്യണ്ട. കാരണം ഇവരെ എഴുന്നേൽപ്പിക്കുമ്പോഴേ ആര് കൊഴയും? മാതാപിതാക്കള് കൊഴയും. പെട്ടെന്ന് തന്നെ എഴുന്നേൽപ്പിച്ച് ഇവരെ കുളിപ്പിച്ച് യൂണിഫോം ഒക്കെ ഇട്ട് സ്കൂൾ ബാഗൊക്കെ എടുത്ത് തോളത്തിടുമ്പോഴത്തേക്ക് എന്തിന്റെ ശബ്ദം കേട്ടു? സ്കൂൾ ബസിന്റെ ശബ്ദം കേട്ടു. കൊണ്ടുപോകുമ്പോൾ അമ്മ ഓർക്കുന്നേ, അയ്യോ കൊച്ചിന് എന്ത് കൊടുത്തില്ല? ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തില്ല. പെട്ടെന്ന് പുഴുങ്ങിയൊരു മുട്ട എടുക്കും, വായിലോട്ട് ഒരൊറ്റ കുത്ത. അല്ലേ? കൊച്ച് വണ്ടിക്കകത്ത് കയറുന്നതും മുട്ട വയറ്റിൽ കയറുന്നതും ഒരേ സമയത്താണ്. അപ്പൊ കൊച്ചുങ്ങള് കഴിക്കുവാണോ, ഭുജിക്കുവാണോ, വിഴുങ്ങുവാണോ? വിഴുങ്ങുവാണ്. ഇനി തിങ്കളാഴ്ച രാവിലെ ജോലിയുള്ള ഭാര്യയും ഭർത്താവാണെങ്കിൽ എന്തോ ഒരു വെപ്രാളവാ. അല്ലേ? യഹൂദന്മാര് പെസ കഴിക്കുന്ന പോലെ നിന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് എവിടെ പോകും? ഓഫീസിൽ പോകും. അവിടെ ചെല്ലുമ്പോൾ കൂടുള്ളവർ ചോദിക്കും, എന്താ രാവിലെ കഴിച്ചത്? കുത്തിയിരുന്ന് ആലോചിക്കുക, അപ്പമാണോ ദോശയാണോ? കാരണം ഇത് ചവയ്ക്കാതിറക്കിയത് കൊണ്ട് അറിയത്തില്ല കഴിച്ചത് അപ്പമാണോ ദോശയാണോ. അന്നേരം നമ്മൾ എന്താ ചെയ്യുന്നത്? വിഴുങ്ങുവാണ്. ഇനി കല്യാണത്തിന് പോയി നമുക്കൊന്ന് പൂജിക്കാന്ന് വിചാരിച്ച കേറ്ററിംഗുകാരെ സമ്മതിക്കൂ? 10 മിനിറ്റ് കൊണ്ട് 150 ഐറ്റം വിളമ്പി 10 മിനിറ്റ് കൊണ്ട് നമ്മളെ എഴുന്നേപ്പിച്ച് വിടുന്ന പരിപാടിക്ക് പറയുന്ന പേരാണ് എന്നു പറയുന്നത് കേറ്ററിംഗ്. പക്ഷെ നമ്മൾ കേറ്ററിംഗുകാരെക്കാര്യം മിടുക്കന്മാരാ. അവർ 10 മിനിറ്റ് കൊണ്ട് നമ്മളെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചാൽ ഈ 150 ഐറ്റം 8 മിനിറ്റ് കൊണ്ട് നമ്മൾ വിഴുങ്ങും. അല്ലേ? അതാണ് നമ്മുടെ ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അന്നേരവും അവിടെ ചെന്നാൽ നമ്മൾ ചെയ്യുന്നത് എന്താ? വിഴുങ്ങലാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞ ഇന്ന് ഈ വിഴുങ്ങുന്നത് കൊണ്ട് ഏറ്റവും കൂടുതൽ അസുഖം എന്ത് കേന്ദ്രീകരിച്ചാ ഉണ്ടാവുന്ന എന്നറിയാമോ? വയർ. അതുകൊണ്ട് ഹാർട്ടല്ല, വയറ കേട്ടോ. അതുകൊണ്ട് മക്കൾ ആരെങ്കിലും MBBS കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹയർ സ്റ്റഡീസ് പോകാൻ പറ്റുന്ന ഏറ്റവും നല്ല വിഷയം ഗ്യാസ്ട്രോ എൻട്രോളജിയാണ്. എവിടെയും. കാരണം എന്താ? എല്ലാത്തിനും ഗ്യാസ്ട്രിക് പ്രോബ്ലം കൂടുതലാണ്. അപ്പൊ നമ്മൾ ഓർക്കണം,
ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്നതിന് പറയുന്ന പേരാണ് പൂജിക്കുക. ദൈവത്തെ ആസ്വദിച്ചറിയുന്നതിന് പറയുന്ന പേരാണ് ഭജിക്കുക അഥവാ ഭക്തി എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് വിശുദ്ധ കുർബാന ഭജനയാണ്. അത് നോക്കാനുള്ളതല്ല, കാണാനുള്ളതല്ല, അനുഭവിച്ചിടുന്നോർക്കായി അനുഷ്ഠിക്കുന്ന ഈ കുർബാന, വിശുദ്ധ കുർബാന ഭജനയാണ്. അത് നോക്കാനും കാണാനും ഉള്ളതല്ല, തോന്നുമ്പോ വരാനുള്ളതല്ല. ആദ്യം മുതൽ അവസാനം വരെ ഹൃദയപൂർവം അനുഭവിക്കുന്ന ഭജനയാണ് എന്നു പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഓർക്കണം, ദൈവത്തെ ആസ്വദിച്ചറിയുന്നതാണ് എന്നു പറയുന്നത് ഭക്തി. അതുകൊണ്ട് കണ്ട ദൈവത്തെയും നോക്കിയ ദൈവത്തെ അല്ല മക്കൾക്ക് കൊടുക്കേണ്ടത്, അനുഭവിച്ച ദൈവത്തെ വേണം ആർക്ക് കൊടുക്കാൻ? മക്കൾക്ക് കൊടുക്കാൻ. അപ്പൊ ഭക്തി മക്കളിലേക്ക്, തലമുറകളിലേക്ക് പകരാനുള്ളതാണ്. അനുഭവിച്ചറിഞ്ഞ ദൈവത്തെ ആർക്ക് കൊടുക്കണം? മക്കൾക്ക് കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തെയും കഴിഞ്ഞ ലോകത്തെയും നേരിടാൻ പറ്റിയ ഏറ്റവും നല്ല ടൂൾ ഭക്തിയാണ്. നമുക്കറിയാം, പഴയ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്തായിരുന്നു? ഇല്ലായ്മയായിരുന്നു. ആണോ അല്ലയോ? ആണോ? ഇല്ലായ്മയായിരുന്നു അല്ലേ? എന്തെല്ലാം ഇല്ലായ്മകളാണ്. വസ്ത്രം, ഭക്ഷണം, വിദ്യാഭ്യാസം ചെയ്യാനുള്ള പണം, ജീവിത സൗകര്യം ഒക്കെ ഇല്ലായ്മകളായിരുന്നു അല്ലേ? നമ്മൾ ഓർത്ത് നോക്കിക്കേ, കടന്നു വന്ന വഴികളൊക്കെ ഒന്ന് ഓർത്ത് നോക്കിക്കേ അല്ലേ? ഒരു സിവിൽ സർവീസുകാരൻ എന്നോട് പങ്കുവെച്ച അനുഭവമാണ്. അദ്ദേഹം പറയുകയാണ്, അവർ വീട്ടിൽ 3 മക്കളാ. അപ്പൻ ചെറുപ്പത്തിലേ മരിച്ചു. വീട്ടിൽ വലിയ സാമ്പത്തികമൊന്നുമില്ല. ഈ അമ്മ കൂലിപ്പണിക്ക് പോയാണ് ഈ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. അദ്ദേഹം പറയുക, അമ്മ 2 കാര്യമേ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. 1, പ്രാർത്ഥിക്കണം. 2, പഠിക്കണം. ഞാൻ കഷ്ടപ്പെട്ടോളാം, നിങ്ങളെ പഠിപ്പിച്ചോളാം, പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാകണം, പഠിക്കുന്നവരാകണം. അമ്മ കഷ്ടപ്പെട്ടവരെ പഠിപ്പിച്ചു. അദ്ദേഹം പറയുക, കോളേജിൽ ചെന്നപ്പോൾ ഉണ്ടല്ലോ, എല്ലാ ദിവസവും പിള്ളേരൊക്കെ ഓരോ ദിവസവും ഓരോ ഡ്രസ്സാ. ഇവർക്ക് മാറിയിടാൻ ഡ്രസ്സില്ല, ആകെ 2 ഉള്ളു, തന്നെ പിന്നെ ഇതാ. അപ്പൊ ഒരു ദിവസം വന്ന് അമ്മയോട് ചോദിച്ചു, അമ്മേ ഒരു പുതിയ ഡ്രസ്സ് എടുത്ത് തരുമോ? അമ്മ പറഞ്ഞു, എടാ, ഒരു ഡ്രസ്സ് നിനക്കെടുത്ത് തന്നാൽ നിന്റെ ഇളയ 2 പിള്ളേരുണ്ട്, പിന്നെ നമ്മുടെ ചെലവ് നടക്കണം, വീടാകെ പട്ടിണിയാകും. ഒരു കാര്യം ചെയ്യും, നിന്റെ അമ്മ ഒരു ദരിദ്രയാ, പക്ഷേ നിന്റെ അമ്മ വിളിക്കുന്ന കർത്താവുണ്ടല്ലോ, മഹാസമ്പന്നനാ. മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് പാവിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, മുട്ടുകുത്തി എന്ന് എന്നോടല്ല ചോദിക്കേണ്ടത്, ആരോട് ചോദിച്ചോണം? ദൈവത്തോട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ തുമ്പവൻ പള്ളിക്കുള്ളിൽ മുട്ടുകുത്തി നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ടവർ കണ്ണുനീരോടെ ചോദിച്ചതിന്റെ അനുഗ്രഹമാണ് ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്നത്. അനുഗ്രഹം അദ്ദേഹം പറയുക, ഞാൻ മുട്ടുകുത്തി നിന്ന് ചോദിക്കാൻ തുടങ്ങി, പക്ഷെ കോളേജ് കഴിയുന്നവരെയും എന്റെ പ്രാർത്ഥന ആര് കേട്ടില്ല? ദൈവം കേട്ടില്ല. പക്ഷെ ഞാൻ പറയും കേട്ടോ, പ്രാർത്ഥിച്ചവൻ മറന്നാലും പ്രാർത്ഥന കേട്ടവൻ മറക്കത്തില്ല. സക്കറിയാവ് ദൈവത്തോടൊരു കൊച്ചിനെ ചോദിച്ചു, അവസാനം പ്രായമായി, പ്രാർത്ഥിച്ചോ മറന്നു, പ്രാർത്ഥന കേട്ടോ മറന്നോ? പ്രാർത്ഥന കേട്ടവൻ മറന്നോ? ഇല്ല. നിങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ നിങ്ങൾ മറന്നാലും ആരും മറക്കത്തില്ല, ദൈവം മറക്കത്തില്ല. അദ്ദേഹം പറയുകയാണ്, ദൈവത്തിന്റെ കരുണയാൽ സിവിൽ സർവീസ് ഒക്കെ കിട്ടി. ഇന്ന് എന്റെ വീട്ടിൽ നോക്കിയാൽ എണ്ണിയാൽ അടുങ്ങാത്തത്ര വസ്ത്രം, ജീവിത സൗകര്യം എല്ലാം എന്റെ ദൈവം നിറച്ചു. ഇല്ലായ്മയെ നമ്മുടെ പിതാക്കന്മാര് നേരിട്ടത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഭക്തി കൊണ്ടാണ് നേരിട്ടത്. ഇന്നത്തെ കുഴപ്പം എന്താണെന്നറിയാമോ? ഇല്ലായ്മയാണോ സമൃദ്ധിയാണോ? സമൃദ്ധിയ. ഒരു കാര്യം ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര എണ്ണം വാങ്ങിച്ചു കൊടുക്കും? എത്ര എണ്ണം വാങ്ങിച്ചു കൊടുക്കും? 1 ചോദിച്ചാൽ 5 എണ്ണം വാങ്ങിച്ചു കൊടുക്കും. ഇല്ല എന്ന് പറഞ്ഞൊരു ഉത്തരം നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഫേസ് ചെയ്യാനുള്ള കഴിവുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇല്ലെന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്ന അറിയാവോ? കഴിഞ്ഞ ദിവസം ഒരു 12th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു കുട്ടി കയറി അങ്ങ് തൂങ്ങി. ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല, മാതാപിതാക്കൾക്ക് പേടിയാ. നമ്മളൊന്ന് ഓർത്ത് നോക്കിക്ക്. ആ വീട്ടിൽ അമ്മ അധ്യാപിക, അപ്പൻ വിദേശത്ത്, ബൈക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, കാർ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, ലാപ്പ് കൊടുത്തിട്ടുണ്ട്, പുതിയ ഡിവൈസുകൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ദിവസം എഴുതി വെച്ചിട്ട് കയറി അങ്ങ് തൂങ്ങിക്ക്. എന്നിട്ട് എഴുതിയേക്കാണ്, എനിക്ക് ജീവിതം മടുത്തു. അപ്പം വീടില്ലാത്തോണ്ടാണോ മടുത്തേ? വണ്ടി ഇല്ലാത്തോണ്ടാണോ മടുത്തേ? ഡിവൈസ് ഇല്ലാത്തോണ്ടാണോ മടുത്തേ? ഇല്ല. അവിടെ കൊടുക്കേണ്ടതിനെ കൊടുക്കാൻ
കഴിഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, സമർത്ഥിക്ക് നടുവിലും മക്കാരെ കൊടുക്കാൻ നമുക്ക് കഴിയണം. കർത്താവിനെ കൊടുക്കാൻ നമുക്ക് കഴിയണം. അതിന് അപ്പനും അമ്മയും ദൈവത്തെ അനുഭവിച്ചറിഞ്ഞെങ്കിലേ, അനുഭവിച്ച ദൈവത്തെ വേണം ആർക്ക് കൊടുക്കാൻ? ആർക്ക് കൊടുക്കാൻ? മക്കൾക്ക് കൊടുക്കാൻ. അപ്പൊ ജ്ഞാനം കൊണ്ട് വീട് പണിയണമെങ്കിൽ ഒന്നാമത് കർത്താവിനെ അനുഭവിച്ചറിഞ്ഞ് തലമുറയ്ക്ക് കൊടുക്കണം. ഭക്തി കൊണ്ട് വേണം വീട് പണിയാൻ. അതിനോടൊപ്പം തന്നെ എന്തുകൂടെ വേണമെന്ന് ഞാൻ പറഞ്ഞേ, സ്നേഹം കൊണ്ട് വേണം വീട് പണിയാൻ. ഈ സ്നേഹമെന്ന് പറഞ്ഞ കുഞ്ഞു വാക്കാണെങ്കിലും ഉണ്ടല്ലോ, അതൊരു വലിയ സാമ്രാജ്യമാണ്. വലിയ അർത്ഥമുണ്ട് അതിന് കേട്ടോ. കാരണം സ്നേഹമെന്ന് പറഞ്ഞ വാക്കുണ്ടായത് സ്നേഹം എന്ന് പറയുന്ന ധാതുവിൽ നിന്നാ. സ്നേഹം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? എണ്ണ, ഓയിൽ എന്നാണ്. നമുക്കറിയാം, നമ്മൾ ഓയിൽ ഉപയോഗിക്കുന്നത് എവിടൊക്കെയാ? എണ്ണ ഉപയോഗിക്കുന്നത് എവിടാ? പാചകത്തിന്, അടുക്കളയിൽ. എന്തിനാ പാചകത്തിന് എണ്ണ ഉപയോഗിക്കുന്നത്? രുചി കൂട്ടാൻ വേണ്ടി അല്ലേ പാചകത്തിന്. രണ്ട്, എണ്ണ ഉപയോഗിക്കുന്നത് എവിടാ? എവിടാ? വിളക്കിൽ. എന്തിനു വേണ്ടിയാ? വെളിച്ചവും തെളിച്ചവും കിട്ടാൻ വേണ്ടിയാണ് എവിടെ എണ്ണ ഉപയോഗിക്കുന്നത്? വിളക്കിൽ. ഈ അടുത്ത എണ്ണ ഉപയോഗിക്കുന്നത് ഉപകരണങ്ങളിൽ, മെഷീൻസിൽ അല്ലേ? എന്തിനാ മെഷീനിൽ എണ്ണ ഉപയോഗിക്കുന്നത്? ഫ്രിക്ഷൻ കുറയ്ക്കാൻ, ഘർഷണം കുറയ്ക്കാൻ. നാലാമത്, വണ്ടിയിൽ നമ്മൾ എന്തുപയോഗിക്കും? എന്തുപയോഗിക്കും? എണ്ണ. എന്തിനു വേണ്ടിയാ? വണ്ടി ഓടാൻ വേണ്ടി. വീണ്ടും എണ്ണ ഉപയോഗിക്കുന്നത് എവിടെ? പറയേണ്ടത് ഇപ്പോഴും പറഞ്ഞിട്ടില്ല. എവിടെ? തലയെ പുരട്ടാൻ എണ്ണ ഉപയോഗിക്കും. ഇപ്പൊ ഒരു മനുഷ്യനും തലയെ പുരട്ടത്തില്ല. എന്തിനാ തലയെ പുരട്ടുന്നത്? തലയെ പുരട്ടുന്നത് എന്തിനാ? മുടി വളരാനോ? വെളിവും തെളിവും കിട്ടാൻ. അതുകൊണ്ടാണ് ഇപ്പൊ ഈ എണ്ണ തേക്കാത്ത തലമുറ ആയതുകൊണ്ട് പുതിയ മാനസിക ശാസ്ത്ര പഠനത്തിൽ പറയുന്നത് 100-50 എണ്ണത്തിന് മാനസികാസ്വാദം. അതിൽ ഒരു കാരണം തലയിൽ എന്ത് പുരട്ടാത്തോണ്ടാ? ഈ എണ്ണ പുരട്ടാതെ തലയ്ക്ക് രോഗം പിടിക്കുമ്പോൾ ആയുർവേദത്തിൽ ചികിത്സയ്ക്ക് ചെല്ലുമ്പോൾ ഡോക്ടർ ചെയ്യുന്നത് എന്താണെന്നറിയാവോ? 45 വയസ്സുള്ളവനെ തലയ്ക്ക് സുഖമില്ലാതെ ആയുർവേദ ആശുപത്രി കയറ്റി. എന്താ ചെയ്യാൻ പോന്നേ? തളം വെക്കും. എന്തിന് തള വെക്കുന്നേ? എണ്ണ കൊണ്ട് തളം വെക്കും. ഇവൻ 45 കൊല്ലം പെരട്ടേണ്ട എണ്ണ 1 മാസം കൊണ്ട് ഡോക്ടർ എവിടോട്ടൊഴിക്കും? തലക്കും. ഇതൊഴിച്ചു കഴിയുമ്പോഴത്തേക്ക് തല തണുക്കും. അവൻ തിരിച്ചു വരുമ്പോ അവന്റെ വട്ട് മാറിക്കിട്ടും. അപ്പോൾ നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ, സ്നേഹത്തെ കുറിക്കുന്ന എണ്ണയെങ്കിൽ ഞാൻ പറയും, അടുക്കളയിൽ എണ്ണ രുചി പകരുന്നു, ജീവിതത്തിന് സ്നേഹം രുചി നൽകുന്നു. 2, എണ്ണ വിളക്കിൽ തെളിച്ചമായി മാറുന്നെങ്കിൽ ജീവിതത്തിൽ സ്നേഹം എന്തായി മാറുന്നു? തെളിച്ചവും വെളിച്ചവുമായി മാറുന്നു. 3, മെഷീൻസിനകത്ത് എണ്ണ ഒഴിക്കുന്നത് എന്ത് കുറയ്ക്കാൻ വേണ്ടിയാ? ഘർഷണം അല്ലേ? വീടായ വഴക്കുണ്ടാവോ? ഇരിക്കുന്ന ഇരിപ്പ് കണ്ട അയ്യോ ഒന്ന് ചെല്ലണം. ഉണ്ടാവോ? ഉണ്ടാകും. ഉണ്ടാകുമ്പോ അതിന് നമ്മൾ പറയുന്നത്, ഇത്ര പ്രായമുള്ള അമ്മച്ചിമാർ ചോദിച്ചേ, എത്ര തട്ടലും മുട്ടലും കഴിഞ്ഞു, ഇപ്പോഴും എന്താ പൊട്ടാതിരിക്കുന്നേ? എത്ര തട്ടലും മുട്ടലും കഴിഞ്ഞു, ഇപ്പോഴും എന്താ പൊട്ടാതിരിക്കുന്നേ? ഏതെണ്ണ ഉണ്ടായിരുന്നു? സ്നേഹമാകുന്ന എണ്ണ അവിടെ ഇറ്റിച്ചത് കൊണ്ടാണ് ഇപ്പോഴും മുട്ടാതെ, തട്ടലും മുട്ടലും ഉണ്ടായിട്ടും എങ്ങനെ ഇരിക്കുന്നേ? പൊട്ടാതിരിക്കുന്നേ. അപ്പൊ അവിടെ സ്നേഹമുള്ളത് കൊണ്ടാണ് അല്ലേ? ഇനി നമുക്കറിയാം, വാഹനങ്ങളിൽ എന്തിനാ ഒഴിക്കുന്നേ? ഓടാൻ, മൈലേജ് കിട്ടാൻ വേണ്ടി. ഇന്നിപ്പോ കല്യാണം നടത്തിയിട്ട് ഞങ്ങൾ നോക്കി നിന്ന് പ്രാർത്ഥിക്കും, ദൈവമേ ഇത് എത്ര കാലമാ മുമ്പോട്ട്? മൈലേജ് ഇല്ല ഇപ്പോഴത്തെ ഫാമിലിക്ക്. ഇടിച്ചു നിൽക്കുക, പോന്നില്ല. ഓടിക്കുന്ന വണ്ടിക്ക് മൈലേജ് ഉണ്ട്, പക്ഷെ ജീവിതത്തിന് മൈലേജ് ഇല്ല. മൈലേജ് കിട്ടണമെങ്കിൽ എന്ത് വേണം? സ്നേഹം. അതുകൊണ്ടാണ് പിതാക്കന്മാര് പ്രാർത്ഥിക്കുന്നത്. കല്യാണത്തിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഓർമ്മയുണ്ടോ? ദൈവമേ സ്നേഹം, സ്നേഹമാകുന്ന. കല്യാണം കഴിച്ചിട്ടുള്ളവരൊന്ന് കൈപൊക്കിയേ, ഒന്ന് കൈപൊക്കിയേ. ഇവിടെ മൊത്തം ബാച്ചിലറാണോ? ഇപ്പൊ പതുക്കെ പതുക്കെ സംശയമാ കേട്ടോ, പതുക്കെ പൊങ്ങി വരുവാ. കല്യാണം കഴിച്ചവരൊക്കെ കൈ, എല്ലാരും കൈപൊക്കി. കല്യാണം കഴിച്ചവരാ അല്ലേ? ചൊല്ലുമ്പോ കേട്ടിട്ടുണ്ടായിരുന്നു, ദൈവമേ സ്നേഹമാകുന്ന. എന്റെ കർത്താവേ, ഇല്ലേ? ഇറച്ചി കഷ്ണത്തിന് വേണ്ടി ഓഡിറ്റോറിയത്തിന് മുമ്പ് ഇടിച്ചിടിച്ച് പ്രാർത്ഥനയെല്ലാം മറന്നു അല്ലേ? നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ, ഇറച്ചി കഷ്ണത്തിന് വേണ്ടി ഓഡിറ്റോറിയത്തിന് മുമ്പിൽ നടത്തുന്ന
തിക്കും തിരക്കിനും ഇടയിൽ മറന്നുപോയ ഒന്നാണ് എന്തെന്ന് പറയുന്നത്? പ്രാർത്ഥന. എന്താ പ്രാർത്ഥിക്കുന്നത്? ദൈവമേ, സ്നേഹമാകുന്ന അഗ്നി കൊണ്ട് ഇവരെ ജ്വലിപ്പിക്കണമേ. എന്ന് വെച്ചാൽ വണ്ടിക്കകത്ത് എണ്ണ കത്തും, ജീവിതത്തിൽ എന്ത് കത്തണം? സ്നേഹം കൊണ്ട് കത്തിയെങ്കിലേ കുടുംബമാകുന്ന വണ്ടി മുമ്പോട്ട് പോകത്തുള്ളൂ. ഏതെങ്കിലും കുടുംബത്തിന് മൈലേജ് ഇല്ലെങ്കിൽ അവിടെ എന്ത് കത്തുന്നില്ല? സ്നേഹം. പിതാക്കന്മാർ പ്രാർത്ഥിക്കുന്ന വെറുതെ അല്ല. സ്നേഹമാകുന്ന അഗ്നി കൊണ്ട് ഇവരെ ജ്വലിപ്പിക്കണമേ. ഇനി നമുക്കറിയാം, തലയിൽ എന്തിനാ എണ്ണ പറഞ്ഞിട്ടുന്നേ? വെളിവും തെളിവും കിട്ടും. വെളിവും തെളിവുമുള്ള കുടുംബജീവിതം ഉണ്ടാകണമെങ്കിൽ എന്തു വേണം? എന്തു വേണം? സ്നേഹം വേണം. മാത്രമല്ല, ഈ സ്നേഹം ഉണ്ടല്ലോ, അത് പ്രകാശിപ്പിക്കാനുള്ളതാ, അകത്ത് വെച്ചേക്കാനുള്ളതല്ല. പലരും പറയാറുണ്ട്, അച്ഛാ എനിക്ക് സ്നേഹമുണ്ട്, പക്ഷെ ഇരിക്കുന്നത് എവിടാന്നറിയാവോ? എവിടെ ഇരിക്കുന്നേ? ഇനി ജോസ് ചാക്കോ പെരിയപുറത്തെ കൊണ്ടുവരണം. എന്താ? ഹാർട്ട് തുറന്ന് കാണാൻ വേണ്ടി. എന്തോ കാണാനാ? സ്നേഹം ഇരിക്കുന്നേ. സ്നേഹം ഒളിച്ചു വെക്കാനുള്ളതല്ല, സ്നേഹം എന്ത് ചെയ്യാനുള്ളതാ? പ്രകാശിപ്പിക്കാനുള്ളതാണ്. അല്ലേ? ഈ പ്രണയം എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, അത് കല്യാണത്തിന് മുമ്പുള്ളതാണോ കല്യാണത്തിന് ശേഷമുള്ളതാണോ? എന്തോ ഒരു നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയ, നിങ്ങളുടെ കെട്ടിയോളോടെ എനിക്ക് നിന്നോട് സ്നേഹമാണ്, ഐ ലവ് യു എന്ന് പറഞ്ഞത് കല്യാണത്തിന് മുമ്പാണോ ശേഷമാണോ? മുമ്പാ പറഞ്ഞത് അല്ലേ? ഇപ്പൊ പറഞ്ഞിട്ട് എത്ര കൊല്ലമായി അല്ലെ? കെട്ടിയതിന് ശേഷം ഒരിക്കലെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നമ്മളൊന്ന് ഓർത്ത് നോക്കിക്ക്. പറയത്തില്ല അല്ലേ? ഇങ്ങനെ പറയാതെ പോവുക. ഞാൻ പറയും, ഇന്ന് കൺവെൻഷൻ കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് മെസ്സേജ് അയക്കണം കേട്ടോ, ഭാര്യയ്ക്ക് അല്ലെ ഭർത്താവിന്. എന്താ അയക്കുന്നേ? ഞാൻ നിന്നെ പക്ഷെ പറഞ്ഞിട്ടേ ചെയ്യോ കേട്ടോ, അല്ലെ അവര് വിചാരിക്കും ആർക്കോ അയച്ച മെസ്സേജ് മാറിപ്പോയതാന്ന്. ആർക്കോ അയച്ച മെസ്സേജ് പിന്നെ അവിടെ നടക്കാൻ പോകുന്നത് എന്താണെന്നറിയാവോ? എന്തായിരിക്കും? ഇനി അച്ഛൻ പറഞ്ഞിട്ടാന്ന് പറഞ്ഞാൽ എന്റെ പറയുമെന്ന് പോയേക്കരുത്. പക്ഷേ നേരത്തെ പറഞ്ഞേക്കണം, സ്നേഹം എന്ത് ചെയ്യാനുള്ളതാണ്? പ്രകാശിപ്പിക്കാനുള്ളതാ. ഇത് ഹൃദയത്തിൽ വെക്കാനുള്ളതല്ല. അല്ലാതെ അച്ചായൻ മരിച്ചു കഴിയുമ്പോൾ നെഞ്ചത്തടിക്കാനുള്ള, അയ്യോ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. ജീവനുള്ള കാലത്ത് എങ്ങനെ ജീവിക്കണം? സ്നേഹം കൊണ്ട് ജീവിക്കണം. അപ്പോൾ സദൃശവാക്യകാരൻ നമ്മളെ ഓർപ്പിക്കുന്നു. സദൃശവാക്യം എത്രാം അധ്യായം? 14-ാം അധ്യായം 1-ാം വാക്യം. എന്തുകൊണ്ടാ വീട് പണിയേണ്ടത്? എന്തുകൊണ്ടാ? ജ്ഞാനം കൊണ്ട് വീട് പണിയണം. ജ്ഞാനം കൊണ്ട് പണിയേണ്ടതാണ് വീട്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ചേരുന്നതാ? ഭക്തിയും സ്നേഹവും. യഹോവ ഭക്തി സ്നേഹ ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. ഏത് വാക്യമാ? സദൃശവാക്യം 1:7. ഓക്കെ, അത്ര നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി 2, വിവേകം കൊണ്ട് വേണം വീട് പണിയാൻ. എന്ത് വേണം? വിവേകം കൊണ്ട്. എവിടാ പറയുന്നത്? സദൃശവാക്യം ശ്രദ്ധിച്ചു കേട്ടോണം. 19:14 ഒന്ന് വായിച്ചേ. സദൃശവാക്യം 19:14. ധനവും സമ്പത്തും പിതാക്കന്മാർ വെച്ചേക്കുന്ന അവകാശം. ബുദ്ധിയുള്ള ഭാര്യയോ യഹോവയുടെ ദാനം. അവിടെയും സ്ത്രീയെ കുറിച്ച് പറയുന്നേ. സ്ത്രീയെ കൊണ്ടാണ് ജീവിതം. ഞാൻ പറയും, ബുദ്ധിക്ക് പകരം അവിടെ ഉപയോഗിക്കുന്ന നല്ല ട്രാൻസ്ലേഷൻ ഏതാണെന്നറിയാമോ? വിവേകം. വിവേകമുള്ള ഭാര്യ. വിവേകം. എന്തുകൊണ്ടാണ് വീട് പണിയേണ്ടത്? എന്തുകൊണ്ടാണ് വീട് പണിയേണ്ടത്? വിവേകം. എന്താ ഈ വിവേകം എന്ന് പറഞ്ഞ? ഞാൻ പറയും, ബുദ്ധിയിൽ ദൈവം വസിക്കുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? വിവേകം ഉണ്ടാകുന്നത്. ബുദ്ധിയിൽ ആര് വസിക്കണം? ബുദ്ധിയിൽ ദൈവം വസിക്കുമ്പോൾ എന്തുണ്ടാകും? വിവേകം ഉണ്ടാകും. ഇന്ന് നമ്മുടെ കുഴപ്പം എന്താ അറിയോ? വിവേകമില്ല. പ്രത്യേകിച്ച് 2 വൈരുദ്ധ്യങ്ങളാണ് കല്യാണത്തിലൂടെ കുടുംബജീവിതത്തിൽ ഒന്നിക്കുന്നത്. ചെറുക്കൻ്റെ അപ്പനും അമ്മയാണോ പെണ്ണിന്റെ അപ്പനും അമ്മയും? ആണോ? അല്ല. ചെറുക്കന്റെ ഡിഗ്രിയാണോ പെണ്ണിന്റെ ബിരുദം? അല്ല. ചെറുക്കന്റെ ഭക്ഷണ താല്പര്യമാണോ പെണ്ണിന്റെ ഭക്ഷണ താല്പര്യം? അല്ല. ചെറുക്കന്റെ ആശയവും നിലപാടുമാണോ പെണ്ണിന്റെ ആശയവും നിലപാടും? ഇല്ല. 2 വൈരുദ്ധ്യങ്ങൾ 1 മണിക്കൂർ കഴിയുമ്പം എങ്ങനെ ഒരുമിച്ച് പോന്നേ? ആലോചിച്ചിട്ടുണ്ടോ? അതാലോചിക്കണമെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം. ക്രിസ്തുവിന് എത്ര ശിഷ്യന്മാരുണ്ടായിരുന്നു? 12 അല്ലേ? 12 തരമായിരുന്നു.
കാള പെട്ടെന്ന് കേട്ട കയറെടുക്കുന്ന ആരാ? പറ. വർത്താനം പറയല്ലേ പറയുന്നേ. പത്രോസ് അല്ലെ, എടുത്തിയാട്ടവ. ആണ്ട് ക്രിസ്തുവിനെ പിടിക്കാൻ വന്നു, കാതറത്തിട്ടു. ക്രിസ്തുവിനെ കണ്ടപ്പെടുത്ത് വെള്ളത്തിൽ ചാടി. തള്ളി പറയേണ്ട വന്നപ്പോ തള്ളി പറഞ്ഞു. കാള പെട്ടെന്ന് കേട്ട കയറെടുക്കുന്ന ആരാ? പത്രോസ്. ഇനി പശു പെട്ടെന്ന് കേട്ട കിടാക്കുട്ടിയെയും അകിടും പാൽപാത്രവും കണ്ട് വിശ്വസിക്കുന്ന ആരാ? നമ്മുടെ സ്വന്തം ആളാ. ആരാ? തോമസ്. അപ്പൊ നോക്കിയേ, ഒരാള് കാള പെട്ടെന്ന് കേട്ട കയറെടുക്കും, മറ്റേ ആള് പശു പെട്ടെന്ന് കേട്ട. ഇനി ചുങ്കക്കാരൻ മത്തായി. ചുങ്കക്കാരൻ മത്തായിയുടെ പണി എന്തെന്നറിയാവോ? റോമാക്കാർക്ക് വേണ്ടി ചുങ്കം പിരിക്കുക. എരിവുകാരൻ ഷീമോന്റെ പണി എന്താണെന്നറിയാവോ? റോമാക്കാർക്കെതിരെ പ്രവർത്തിക്കുക. നോക്കിയേ, കർത്താവിന്റെ കൂടെ എന്നോണ്ടാ ഈ പണി ചെയ്യുന്നത്. ചുങ്കക്കാരൻ മത്തായി റോമാക്കാർക്ക് ഫേവർ, എരിവുകാരൻ ഷീമോൻ റോമാക്കാർക്ക് എതിര്. ഇതെല്ലാം കൂടെ എങ്ങനെ ഒരുമിച്ച് പോയി കാണും? നമ്മുടെ ഒരു പള്ളി കമ്മിറ്റി പോലാന്നീ. കാള പെട്ടെന്ന് കേട്ട കയറെടുക്കുന്ന പത്രോസും, പശു പെട്ടെന്ന് കേട്ടാൽ അകിടും പാൽപാത്രവും കണ്ട് വിശ്വസിക്കുന്ന തോമസും, റോമാക്കാർക്കെതിരെ പ്രവർത്തിക്കുന്ന മത്തായിയും, അല്ല അനുകൂലമായി പ്രവർത്തിക്കുന്ന മത്തായിയും, എതിരെ പ്രവർത്തിക്കുന്ന ഷീമോനും ഒക്കെ എവിടെ ഉണ്ട്? നമ്മുടെ കമ്മിറ്റിയിലൊക്കെ ഉണ്ട്. ഇതെല്ലാം കൂടെ എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകും? കർത്താവ് എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോയേ? ഞാൻ പറയും, മറ്റൊന്നുമല്ല, വൈരുദ്ധ്യങ്ങൾക്ക് നടുവിൽ ഒരു ക്രിസ്തു ഉണ്ടായിരുന്നോ? ഞാൻ പറയും, ഭാര്യ എങ്ങനെ ആയിക്കോട്ടെ, ഭർത്താവ് എങ്ങനെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് നടുവിൽ നിങ്ങൾ പഠിച്ച ഡിഗ്രി വ്യത്യസ്തമായിക്കോട്ടെ, അപ്പം വ്യത്യസ്തമായിക്കോട്ടെ, കുടുംബം വ്യത്യസ്തമായിക്കോട്ടെ, നിങ്ങൾക്ക് നടുവിൽ ഒരു യേശു ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബം നന്നായി പോകും. അപ്പോൾ വിവേകം എന്ന് വെച്ചാൽ ബുദ്ധിയിൽ ദൈവത്തെ നിറയ്ക്കുന്നതാണെങ്കിൽ കുടുംബത്തിന്റെ നടുവിൽ ആരുണ്ടായിരിക്കണം? യേശു ഉണ്ടായിരിക്കണം. സ്ത്രീ പുരുഷ വൈരുദ്ധ്യത്തെ പറ്റി ആന്ത്രോപോളജിസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്. നരവംശ ശാസ്ത്രജ്ഞന്മാര്. പുരുഷന്മാരുടെ ആദ്യത്തെ ജോലി എന്തായിരുന്നു അറിയാവോ? എന്തായിരുന്നു? അമ്പും വില്ലും നായാടുക. അതുകൊണ്ട് അവര് നോക്കുന്നത് എങ്ങനെയായിരിക്കും? നായാട്ടുകാരുടെ നോട്ടം എങ്ങനെയായിരിക്കും? ഷാർപ്പായിരിക്കും. അത്ര സൂക്ഷ്മമായിരിക്കും. അതുകൊണ്ടാണ് നരവംശ ശാസ്ത്രജ്ഞന്മാര്. എന്നാൽ സ്ത്രീകള് വീട്ടു ജോലിയും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അവരുടെ നോട്ടം എങ്ങനെയായിരുന്നു? വൈഡായിരുന്നു, അല്ലേ? അതുകൊണ്ട് നരവംശ ശാസ്ത്രജ്ഞന്മാർ പുരുഷന്മാരെ ഉപമിക്കുന്നത് പരുന്തിനോടാണ്. പരുന്തൊരു 9 കിലോമീറ്റർ ദൂരെ നിൽക്കുകയാണെങ്കിലും കൃത്യം എന്തിന്റെ പുറത്ത് വീഴും? ഇരയുടെ പുറത്ത് കൃത്യമായിട്ട് വീഴും. പുരുഷന്മാരെ ഉപമിക്കുന്ന പരുന്തിനോടാ. എന്നാൽ സ്ത്രീകളെ ഉപമിക്കുന്ന എന്തിനോടാന്നറിയോ? പ്രാവ്. ഓഹോ, എന്തൊരു തള്ളല! എന്റെ ദൈവമേ, ആ ചിറകടി കേട്ടോ? ഒന്ന് നോക്കിക്കേ, പ്രാക്കളെ കണ്ടോ? ഏത് പക്ഷിയോടാന്ന് ചോദിച്ചപ്പോ മുന്തിരി വള്ളിയോ? പ്രാവല്ല, കാക്കയോടാ. പിടിച്ചു കാണത്തില്ല, ബോധിച്ചു കാണത്തില്ല. കാക്കയോടാണ്. കാക്കയ്ക്ക് എത്ര കണ്ണുണ്ട്? 2 കണ്ണ്. പക്ഷേ കാക്കയുടെ ഏതെങ്കിലും സൈഡിൽ നിന്ന് ഒരു കല്ലെടുത്തെറിയാൻ പറ്റുമോ? ഇല്ല. 4 വശത്തും ആർക്ക് കണ്ണാ? കാക്കയ്ക്ക് കണ്ണാണ്. ഈ സ്ത്രീകളെ നോക്കിക്കുക, അടുക്കള നിന്നാ മതി, അല്ലേ? ടാങ്ക് നിറഞ്ഞു പോയാൽ അറിയും. പിള്ളേർ 10 എണ്ണം ഉണ്ടെങ്കിലും 5 ഉണ്ടെങ്കിലും എവിടേക്കാന്ന് കൃത്യമായിട്ട് അറിയും, അല്ലേ? അത് കഴിഞ്ഞ് രാവിലെ പത്രം എടുത്ത് സിറ്റ് ഔട്ടിൽ പോകുന്ന ഭർത്താവ് എവിടെ ഇരിക്കുക? സിറ്റ് ഔട്ടിൽ ഇരിക്കുക. ഭാര്യ എവിടെ നിൽക്കുക? അടുക്കള നിൽക്കുക. ഇടയ്ക്ക് വന്ന് അങ്ങേരെ നോക്കും, അങ്ങേരെ കണ്ണെങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാൻ, അല്ലേ? കാരണം കൃത്യമായിട്ട് നോക്കുന്നവരാണ് ആര്? സ്ത്രീകൾ. എന്നാൽ പുരുഷന്മാരോ രാവിലെ പത്രം എടുത്തുകൊണ്ട് സിറ്റ് ഔട്ടിൽ പോയി കഴിഞ്ഞാൽ മോദി, പിണറായി, ചെന്നിത്തല ഇവരുടെയൊക്കെ മോന്തയും കണ്ടിട്ട് ഷാർപ്പ് നോട്ടമല്ലേ, ഒറ്റ നോട്ടം കാത്ത് അവിടെ ഇരിക്കും. അതുകൊണ്ട് ഈ ആങ്കൊച്ചുങ്ങളുടെയൊക്കെ കല്യാണം ഉറപ്പിക്കുന്നതിന് മുമ്പേ ചെറുക്കനെ മാത്രം വിട്ടിട്ട് വന്നിട്ട് വാക്ക് കൊടുക്കൂ? ഇല്ല. കാരണം ഇവന്റെ നോട്ടം പരുന്നിന്റെ നോട്ടമാണ്, പെണ്ണിന്റെ മോന്തയെ നോക്കിയിട്ട് വരുത്തേ ഉള്ളൂ. ആ സമയം ചെറുക്കന്റെ കൂടെ ആരെ വിടുമെന്ന് അറിയാവോ? അമ്മയും പെങ്ങളുടെ ചെന്നാൽ ആ പെണ്ണിന്റെ വീട്ടിലെ ഗ്രാൻഡ് മദർ, മുത്തശ്ശിയുടെ വായിലെ അവസാനത്തെ ഒരു പല്ല് വരെ സ്കാൻ ചെയ്തിട്ടേ വരത്തുള്ളൂ. എന്നിട്ട് എന്ത് വാക്ക് കൊടുക്കത്തുള്ളൂ? കല്യാണത്തിന് വാക്ക് കൊടുക്കത്തുള്ളൂ. ഇങ്ങനെ. അതുകൊണ്ടാണ് നരവംശ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ത്രികോണത്തിന്റെ കൂർത്ത വശമാണ് പുരുഷന്റെ നോട്ടം. ചെവിട് പോലാണ് ആരുടെ നോട്ടം?
ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ത്രികോണമാകുന്ന കുടുംബം രൂപപ്പെട്ടു. ദൈവം എത്ര ദർശനത്തോടെ കുടുംബം എന്ന് പറഞ്ഞാൽ ഇതുണ്ടായത്. ഷാർപ്പായിട്ടുള്ള നോട്ടവും വൈഡായിട്ടുള്ള നോട്ടവും രണ്ടും സമന്വയിപ്പിച്ചാണ് ദൈവം എന്ത് രൂപപ്പെടുത്തിയത്. ആ കുടുംബത്തിൻ്റെ നടുവിൽ വിവേകം ഉണ്ടാകണമെങ്കിൽ ആരുടെ സാന്നിധ്യം ഉറപ്പുവരുത്തണം? ദൈവത്തിൻ്റെ സാന്നിധ്യം. ഇനി വിവേകത്തെ പറ്റി ഒരു വ്ളോഗ് എഴുത്തുകാരൻ പറയുന്നത് എന്താറിയോ? വിവേകത്തെ പറ്റി ഒരു വ്ളോഗ് എഴുത്തുകാരൻ പറയുക, പറയാതെ കേൾക്കണം, നോക്കാതെ കാണണം, ചോദിക്കാതെ മനസ്സിലാക്കണം. അതിന് പറയുന്ന പേരാണ് വിവേകം. പറയാതെ കേൾക്കണം, നോക്കാതെ കാണണം, ചോദിക്കാതെ മനസ്സിലാക്കണം. ഇങ്ങനെ മനസ്സിലാക്കുന്നവരായിരുന്നു പഴയ കാലത്തെ അപ്പനും അമ്മയൊക്കെ, അല്ലേ? പെങ്കൊച്ചുങ്ങളൊക്കെ വളർന്ന് സ്കൂളിൽ വിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാലേ ഈ അമ്മച്ചിമാർ 3 or 4 ക്ലാസ്സേ പഠിച്ച് കാണത്തുള്ളൂ. അവർ സൈക്കോളജി ഒന്നും പഠിച്ചിട്ടില്ല. പക്ഷേ തലയിൽ അങ്ങോട്ട് എണ്ണ തേച്ച് മോളെ പിടിച്ച് അടുത്തോട്ട് ഇരുത്തി ഒരു പേഞ്ചീപ്പ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതങ്ങോട്ട് തലയിലോട്ട് കയറ്റി വെച്ച് വളരെ കൃത്യമായി ഇതങ്ങോട്ട് ചീകി തരുമ്പോൾ അമ്മയും മോളോട് ഒരു റാപ്പോ ഒക്കെ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് മോടെ ഉള്ളിലിരിക്കുന്ന മുഴുവൻ സാധനവും ആര് ചോർത്തിയെടുക്കും? അമ്മ ചോർത്തിയെടുക്കും. ഒരു സൈക്കോളജിയും പഠിച്ചിട്ടില്ല. പക്ഷെ കൊച്ചിന്റെ മുഖത്തും ജീവിതത്തിലും വരുന്ന മാറ്റം ആര് തിരിച്ചറിഞ്ഞിരുന്നു? ആര് തിരിച്ചറിഞ്ഞിരുന്നു? അമ്മ തിരിച്ചറിഞ്ഞിരുന്നു. ഇന്നത്തെ കാലത്തൊന്ന് ഓർത്ത് നോക്കിക്കേ, കൊച്ചുങ്ങൾ സ്കൂളിൽ പോയിട്ട് വന്ന ഇന്നത്തെ തള്ളമാര് മൈൻഡ് ചെയ്യൂ ഇല്ല. റീലിൽ നിന്ന് റീൽ ചെയ്ത് ആര് നടക്കുക? കൊച്ചിന്റെ മുഖത്തെ മാറ്റം അറിയത്തില്ല, അപ്പന്മാർക്കും അറിയത്തില്ല. മത്സരിച്ച് റീലിൽ നിന്ന് റീലിലേക്ക് പോകുമ്പോ കൊച്ചുങ്ങളുടെ മുഖത്ത് നോക്കാൻ ഭാവവ്യത്യാസം അറിയാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ. അതുകൊണ്ടാ 9ാം ക്ലാസ്സിൽ പഠിച്ചൊരു കൊച്ചു പ്രസവിച്ചപ്പോഴാ തള്ളെ അറിയുന്നേ. ഞാൻ വെറുതെ പറയുന്നതല്ല, ഈ കേരളത്തിൽ നടന്ന കാര്യ. എന്താ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ വരുന്ന ശാരീരിക മാറ്റവും രൂപമാറ്റവും മുഖഭാവവും തിരിച്ചറിയാൻ കഴിയാതെ പോകുന്ന എന്തുകൊണ്ടാ? വിവേകം നഷ്ടപ്പെട്ട അപ്പനമ്മമാരാണ് ഈ കുടുംബത്തെ തകർക്കുന്നത്. നോക്കാതെ കാണണം, പറയാതെ അറിയണം, ചോദിക്കാതെ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ആദ്യത്തെ ഗുരുവാരെന്നറിയാവോ? അമ്മയെന്നാ പറയുന്നത്. ആദ്യത്തെ ഗുരുവാരാ അമ്മ. ഒരാള് വീട്ടിൽ എങ്ങനെ ഇടപെടണമെന്ന് പഠിക്കുന്ന ആരുടെ കയ്യിൽ നിന്നാ? അറിയുന്ന അമ്മയുടെ കയ്യിൽ നിന്നാ പഠിക്കുന്നേ. ചില പെമ്മക്കളെയൊക്കെ കെട്ടിച്ചിട്ട് അമ്മമാര് ഇരവാദം വന്നതാണ്. എൻ്റെ മോക്ക് പാചകമൊന്നും അറിയത്തില്ല. ആരുടെ കുഴപ്പാ? അമ്മയുടെ കുഴപ്പാ, മോടെ കുഴപ്പമല്ല, അല്ലേ? വീട്ടിൽ എങ്ങനെ ഇടപെടണമെന്നൊരു കൊച്ചു പഠിക്കുന്ന ആരുടെ കയ്യിൽ നിന്നാ? അമ്മയുടെ കയ്യിൽ നിന്നാ. അതുകൊണ്ടാ ഈ കുറച്ചാൾ മുമ്പ് ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു 1.5 വയസ്സുള്ള ചെക്കൻ അടുത്ത് വന്ന് ഇങ്ങനെ വർത്താനം പറയുക. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ അവിടെ നിന്ന് മൂത്രം ഒഴിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഇവൻ എന്താ ചെയ്യാൻ പോകുന്നത്? ടൈലിട്ട തറയാണ്, തെന്നി വീഴാൻ സാധ്യതയുണ്ട്. ഇവൻ്റെ കാലിലൊക്കെ മൂത്രം പറ്റി. ഞാൻ നോക്കുമ്പോൾ ഉണ്ട് തെന്നി വീഴാതെ സൂക്ഷിച്ച് നടന്ന് പതുക്കെ അടുത്ത മുറിയിൽ പോയി. ഇത്തിരി കഴിഞ്ഞപ്പോൾ ഉണ്ട് ആശാൻ തിരിച്ചു വരുന്നു. എങ്ങനെയാണെന്നറിയാമോ? കട്ടിലേ കിടന്ന അമ്മയുടെ പട്ടുസാരി വലിച്ചോണ്ടാ വരുന്നേ. എന്തിനാ വരുന്നേ? മൂത്രം തുടയ്ക്കാൻ. അവന് കല്യാൺ പട്ടാന്നോ പോത്തീസ് പട്ടാന്നോ ആലുക്കാസ് പട്ടാന്നോ ഒന്നും അറിയത്തില്ല. പക്ഷെ അവൻ ഒരു കാര്യം അറിയാം, മൂത്രം ഒഴിച്ച് നനഞ്ഞാൽ തറ തുടയ്ക്കണം എന്നവൻ ആരുടെ കയ്യിൽ നിന്ന് പഠിച്ചു? അമ്മയുടെ കയ്യിൽ നിന്ന്. അപ്പൊ വീട്ടച്ചടക്കം ഒരു കൊച്ചു പഠിക്കുന്ന ആരുടെ കയ്യിൽ നിന്നാ? അമ്മയുടെ കയ്യിൽ നിന്ന്. 2, നാട്ടിലെങ്ങനെ പെരുമാറണമെന്ന് ആരുടെ കയ്യിൽ നിന്നാ പഠിക്കുന്നതെന്ന് അറിയാവോ? അപ്പൻ്റെ കയ്യിൽ നിന്നാ. അതുകൊണ്ടാ നാട്ടിൽ നമ്മുടെ നടപ്പും മോശമായ ആർക്കാ വിളി കേൾക്കുന്നേ? എന്താ പറയാൻ പ്രയാസം? തന്തയ്ക്ക് വിളിക്കുന്നതിന്റെ കാരണം അതാ, അല്ലേ? ഇപ്പം തങ്കമ്മയുടെ മോനാണോ ചോദിക്കുന്നേ? അല്ല, നാട്ടിൽ കൊള്ളരുതായ്മ കാണിച്ചാൽ തന്തയ്ക്ക് വിളി കിട്ടുന്നതിന്റെ കാരണം നാട്ടിൽ എങ്ങനെ ഇടപെടണമെന്ന് പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാ ഉള്ളത്? അപ്പനാ ഉള്ളത്. നമ്മുടെ കർത്താവിനെ അപ്പൻ നാട്ടു നടപ്പ് പഠിപ്പിച്ചു, യൗസേപ്പ്. അമ്മ വീട്ടു നടപ്പും പഠിപ്പിച്ചു. ഇന്ന് നമുക്ക് എന്ത് പഠിപ്പിക്കാൻ പറ്റുന്നുണ്ട്? വീട്ടിലിടപെടാനും അറിയത്തില്ല, നാട്ടിലിടപെടാനും അറിയത്തില്ല. വിവേകമില്ലാത്ത വീടുകൾ നശിച്ചു പോകും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ വീട് പണിയേണ്ടത് എന്തുകൊണ്ടാ? കട്ട കൊണ്ടല്ല, സിമെന്റ് കൊണ്ടല്ല, മേൽത്തര സാധനങ്ങൾ കൊണ്ടല്ല വീട് പണിയേണ്ടത്. ഇതൊക്കെ വീട് പണിഞ്ഞു വെക്കും, പക്ഷെ വീട്ടിനകത്ത് ജീവിതമില്ല.
അല്ലേ? 5 കോടിയുടെ വീട് പണിഞ്ഞു, 2 കോടിയുടെ വീട് പണിഞ്ഞു, പക്ഷെ വീട്ടിനകത്ത് എന്തില്ല? ജീവിതമില്ല. അപ്പൊ എന്തുകൊണ്ടാ വീട് പണിയണ്ടേ? എന്തുകൊണ്ടാ? വിവേകം. ആരാ പറയുന്നത്? ശലോമോൻ. ഏത് വാക്യത്തിലാ? സദൃശവാക്യം 19:14. ഒന്നാമത്തെ ചിന്ത ഏതായിരുന്നു? എന്തുകൊണ്ടാ വീട് പണിയണ്ടേ? ജ്ഞാനം കൊണ്ട്. എവിടാ പറയുന്നേ? സദൃശവാക്യം 14:1. രണ്ടാമത് വീട് പണിയണ്ടേ എന്തുകൊണ്ടാ? വിവേകം കൊണ്ട്. സദൃശവാക്യം എവിടാ പറയുന്നേ? 19:14 അല്ലേ? അപ്പൊ 2 വാക്യം പഠിച്ചു. ഇനി മൂന്നാമത് എന്തുകൊണ്ടാണ് വീട് പണിയേണ്ടത്? അല്ലേ? ഞാൻ പറയും, സാമർത്ഥ്യം കൊണ്ടാണ് വീട് പണിയേണ്ടത്. എന്തുകൊണ്ടാ പണിയണ്ടേ? സാമർത്ഥ്യം കൊണ്ട്. എവിടാ പറയുന്നത്? സദൃശവാക്യം 31:10-11. ഒന്ന് വായിച്ചേ. സദൃശവാക്യം 31:10-11. സാമർത്ഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും? അവളുടെ വില മുത്തുകളിലും ഏറും. സ്ത്രീ എന്ന് പറയുന്ന ഒരു അടയാളത്തെ കൊണ്ടുവന്ന് എന്തുകൊണ്ടാ വീട് പണിയണ്ടേ എന്ന് പഠിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാ വീട് പണിയണ്ടേ? നമ്മൾ പറഞ്ഞ് നെഗറ്റീവ് അർത്ഥമായ സാധനമാ ഏത്? സാമർത്ഥ്യം. മഴക്കുണ്ടാക്കുമ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ, അവിടെ ഒരു സാമർത്ഥ്യം കണ്ടോ. എന്താ ഈ സാമർത്ഥ്യം എന്ന് പറഞ്ഞാൽ അറിയാവോ? സമചിത്തതയോടെ കാര്യങ്ങൾ നിർവഹിക്കാനുള്ള കഴിവിന് പറയുന്ന പേരാണ് സാമർത്ഥ്യം. സമചിത്തതയോടെ കാര്യങ്ങൾ മൊബൈലൊക്കെ ഓഫ് ചെയ്തേക്കണം കേട്ടോ, മോദി ഇപ്പൊ വിളിക്കത്തില്ല. അപ്പോഴ് സമചിത്തതയോടെ എന്ത് നിയന്ത്രിക്കണം? വികാരങ്ങൾ. സമചിത്തതയോടെ കാര്യങ്ങൾ നിർവഹിക്കുന്ന ആൾക്കാണ് എന്തുള്ളത്? അതൊരു പോസിറ്റീവ് ഗുണം. അവർ വൈകാരികതകൾക്കൊന്നും കീഴ്പ്പെടത്തില്ല. പക്ഷെ ഇന്ന് നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ, നമ്മുടെ വീടുകളിലൊക്കെ വികാരങ്ങൾക്ക് കീഴ്പ്പെട്ടല്ലേ ജീവിക്കുന്നത്? അല്ലേ? എന്തോ ഒരു ദേഷ്യമോ ആണോ? ആണ്. അച്ചായന്റെ എന്തൊരു ദേഷ്യമോ? അച്ചായന്റെ ദേഷ്യം ഇരിക്കുന്നത് എവിടെ? മൂക്കിന്റെ തുമ്പ്. അത് കഴിഞ്ഞ് വേറെ രാജ്യമില്ല. അപ്പുറത്തോട്ട് പോകണമെങ്കിൽ പാസ്പോർട്ട് എടുക്കണം. അതുകൊണ്ട് അച്ചായന്റെ കോപം മൊത്തം ഇരിക്കുന്നത് എവിടാണ്? മൂക്കിന്റെ തുമ്പത്ത്. അപ്പൊ ആന്റിയുടെ കോപം ഇരിക്കുന്നതോ? അത് തിളച്ചെണ്ണ ചാടാതിരിക്കുന്ന കടുവിന്റെ കൂട്ട. അല്ലേ? എപ്പോ വേണേലും പൊട്ടിത്തെറിക്കാം. ഈ 2 കലിയുടെ ഇടയ്ക്ക് ഇപ്പോഴത്തെ LKG-യിലും UKG-യിലും പഠിക്കുന്ന പിള്ളേരുടെ ദേഷ്യം കണ്ടിട്ടുണ്ടോ? ഇതൊക്കെ തിരിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ മാതാപിതാക്കൾക്ക് പേടിയാ. പണ്ടൊക്കെ നമ്മൾ പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ വേണ്ടി അപ്പന്റെ അമ്മയുടെയും പുറകെ അടക്കായിരുന്നു, അല്ലേ? ഇന്നിപ്പം മക്കളുടെ പുറവിൽ നമ്മൾ അടക്കാം. മോനെ ഒപ്പിടണോടാ, ഒപ്പിടണത്. കാരണം എന്താണെന്നറിയാവോ? എന്താ? വൈകാരികത കൊണ്ടാണ് ഇന്ന് ജീവിതം നയിക്കുന്നത്. ഒരു ചെറിയ കാര്യം മതി ഡൈവോഴ്സിലേക്ക് പോകാൻ. എന്നാൽ എന്തുകൊണ്ട് വേണം വീട് പണിയാൻ? സാമർത്ഥ്യം, സമചിത്തത. ഇതറിയണമെങ്കിൽ മാതാവിന്റെ ജീവിതത്തിലോട്ട് പോയാൽ മതി. കാനാവിലെ കല്യാണം. അവിടെ ചെന്നു, ഗസ്റ്റാ, വല്ലതും തരും, കഴിച്ചിട്ട് പോയാ മതി. നോക്കുമ്പോ ഒരു സാധനം ഇല്ല. നമ്മളാണ് എന്തായിരിക്കും ചെയ്യാൻ പോന്നെ? ബാക്കിയുള്ള സാധനം എല്ലാം മൂക്കറ്റ് നിന്നിട്ട് പുറത്ത് വന്ന് 100 പേരെടുത്ത് പറയും എന്തു പോയെന്ന്. അവിടെ ഒരു സാധനവും തികഞ്ഞില്ല. എന്തൊരു ആത്മസുഖം എന്നറിയോ അത് പറയുമ്പം? ആർക്ക് കിട്ടുന്നത്? നമുക്ക് കിട്ടുന്നത്. പക്ഷേ മാതാവ് പുറം ലോകത്ത് വല്ലതും അറിയിച്ചോ? ഇല്ല. അവൾ പറയേണ്ടവനോട് പറയേണ്ട സമയത്ത് പറഞ്ഞെന്ന് മാത്രമല്ല, അതിനൊരു വട്ടം അവിടെ കൂട്ടി. ജോലിക്കാരെയൊക്കെ വിളിച്ചിട്ട് വളരെ ശാന്തമായിട്ട് പറഞ്ഞു. കർത്താവ് അവരോട് പറയുന്നില്ല, അവൻ എന്തേലും പറഞ്ഞാലേ നിങ്ങൾ അതുപോലെ ചെയ്യണം. ഒരു ബഹളവും ഉണ്ടായില്ല, ഒരു സീനും അവിടെ ഉണ്ടായില്ല. ശാന്തമായിട്ട് കാര്യം കൈകാര്യം ചെയ്തു. ഗൃഹനാഥന്റെ കുനിഞ്ഞ ശിരസ് നിവർന്നു. പ്രിയപ്പെട്ടവരെ, ഇറ്റ് ഈസ് എ ക്രിയേറ്റീവ് ഇന്റൻഷൻ വിതിൻ ദ ഫാമിലി. നമ്മുടെ വീട്ടിനകത്ത് നമ്മൾ രൂപപ്പെടുത്തേണ്ട ക്രിയാത്മകമായ ഇടപെടിയിൽ. നമ്മുടെ പള്ളിയിൽ നേർച്ച കൊടുക്കുന്ന സമയത്ത് നേർച്ച തികഞ്ഞില്ല, ബഹളം ഉണ്ടാക്കണോ? ഇല്ല. അത് വളരെ ഉചിതമായി നിന്ന് തീർക്കാൻ കഴിയുന്ന പക്വത അതാർക്ക് വേണം? അപ്പൊ കാനാവിൽ സമചിത്തതയോട് ഇടപെട്ട അമ്മയുടെ പെരുന്നാൾ കൊണ്ടാടുമ്പോ നിങ്ങൾ ദേഷ്യം വന്ന് തുള്ളിയാൽ ഈ പെരുന്നാൾ കൊണ്ട് അർത്ഥമുണ്ടോ? നിങ്ങൾ പറ. ഇല്ല.
പെരുന്നാൾ കഴിഞ്ഞിട്ട് പെരുന്നാളിന്റെ കണക്ക് കേട്ടുമ്പം വികാരം കൊണ്ട് തിളച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ പക്വമായി ഇടപെടാനും പക്വമായി തീർക്കാനും കഴിയണം. അതിന് പറയുന്ന പേരാണ് സാമർത്ഥ്യം. എന്ന് വെച്ചാൽ വികാരങ്ങൾക്ക് കീഴ്പ്പെടാതെ സമചിത്തതയോടെ ഇടപെടാൻ അങ്ങനെ ഇടപെടുന്ന ഭർത്താവിന്റെയും ഭാര്യയുടെയും വില എന്തിലും ഏറുമെന്നാ സദൃശവാക്യകാരൻ പറയുന്നത്. 31:10-11 വായിച്ചേ. അവളുടെ വില മുത്തിലും ഏറും. നമുക്കങ്ങ് സംശയമാണ്, നമുക്ക് വില കുറവാണോ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? വില കൂടിയ സാധനമൊക്കെ ഇട്ട് ആരുടെ വില കൂട്ടും? നമ്മുടെ വില കൂട്ടും. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ, അംബാനിയുടെ ഒരു കോട്ടിന് എത്ര രൂപ കാണും? 8 കോടി 10 കോടി. നമ്മുടെ ഗാന്ധിജിയുടെ തോർത്തിന് എത്ര വില കാണും? 12 അണ അല്ലേ? 12 അണ അല്ലേ? സബർമതി ആശ്രമത്തിൽ ചെന്ന ചർക്കയ്ക്കകത്ത് നൂല് വെച്ച് രൂപപ്പെടുത്തിയ തോർത്ത് കാണാൻ കഴിയും. പക്ഷേ അംബാനിയുടെ കോട്ടും ഗാന്ധിജിയുടെ തോർത്തൂടെ ലേലം ചെയ്യാൻ വെച്ചേ ഏതിനായിരിക്കും വില കിട്ടാൻ പോന്നെ? നിങ്ങൾ പറ. ഗാന്ധിജിയുടെ തോർത്തിന് 4 അണേകം മാറി അംബാനി വില കൂട്ടാൻ ബ്രാൻഡിന്റെ പുറകിൽ പോയി. ഗാന്ധിജി ആരായി മാറിയെന്നറിയാവോ? ബ്രാൻഡായിട്ട് മാറിയോ? മാറി. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ഓർത്ത്, ഇപ്പോഴത്തെ ഈ കളക്ടർമാർ കൊച്ചു പിള്ളേർ വന്നിട്ടുണ്ട് കേട്ടോ. കൊച്ചു പെൺപിള്ളേരൊക്കെ കളക്ടർമാരായിട്ട് വന്നിട്ടുണ്ട്. അവർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ കാതയിൽ ഒരു കുഞ്ഞു കമ്മൽ, ഒരു കുഞ്ഞു മാല, നൈസായിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള വസ്ത്രം. പക്ഷെ അതേ സമയത്ത് നമ്മുടെ മർത്തമറിയ സമാജത്തിലെ അമ്മച്ചിമാരൊക്കെ കല്യാണത്തിന് പോകുന്ന കണ്ടിട്ടുണ്ടോ? 4 മാല 18 വള, എന്നിട്ട് ഇതും വെച്ചോണ്ട് ഇതിന്റെ ഭാരം കൊണ്ട് നടന്ന് ഒരു വശം മുട്ടങ്ങ് തേഞ്ഞു പോയി അല്ലേ? ഇങ്ങനെ വലിച്ച്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇതും ഇങ്ങനെ വലിച്ചു കയറ്റിയിട്ട് നമ്മുടെ വില കൂട്ടേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇല്ല. സമചിത്തതയോടെ ഇടപെടാൻ പഠിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കൂടുന്നത്? വിലയുണ്ടാകുന്നത്. വികാരങ്ങൾക്ക് കീഴ്പ്പെട്ട് അധമന്മാരാകുമ്പോഴല്ല, സമചിത്തതയോടെ ഇടപെട്ട് ഒരു ജീവിതത്തെ നന്നാക്കുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? വിലയുണ്ടാകുന്നത്. അതുകൊണ്ട് ഇനി മുതൽ തുമ്പമണിലെ ഒരു സ്ത്രീകളും വീട്ടിൽ വന്ന് ഡയമണ്ട് നെക്ലസ് വേണമെന്നോ പട്ടിസാരി വേണമെന്നോ പറയുവോ? ഇല്ല. സിമ്പിളായിട്ട് നടന്നാലും മതി. വില ഇതൊന്നും ഇടണമെന്നില്ലെന്നേ. പിന്നെന്താ? നമ്മൾ നല്ല പ്രവൃത്തി, വികാരങ്ങൾക്ക് കീഴ്പ്പെട്ട് വീട്ടിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ഏറ്റവും വില കൂടിയ ലിപ്സ്റ്റിക്ക് ചുണ്ടത്തിട്ടിട്ട് തെറി വിളിക്കുന്നവരുടെ സൗന്ദര്യം എന്തോ കാണും അല്ലേ? നല്ല സൂപ്പർ എന്താ ഇട്ടേക്കുന്നേ? ലിപ്സ്റ്റിക്ക്. പക്ഷെ വായിന്ന് വരുന്ന സാധനം എന്താ? അപ്പോൾ നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ. ഇപ്പൊ നമ്മുടെ വില കൂട്ടുന്നത് വൈകാരികതയ്ക്ക് കീഴ്പ്പെട്ട് അധമന്മാരാകുമ്പോഴാണോ? അല്ല. സാമർത്ഥ്യത്തോടെ ഇടപെടാൻ കഴിയണം. അതെങ്ങനെയാ? സമചിത്തത. നമ്മുടെ നില വിട്ടു പോകരുത്, നില വിട്ട് പെരുമാറരുത്. അപ്പനെ അപ്പനായി കാണണം, മക്കളെ മക്കളായി കാണണം, ഭർത്താവിനെ ഭർത്താവായി കാണണം, മറ്റുള്ളവരെ അർഹിക്കുന്ന വിലയോടെ കാണണം. ഒരു പ്രതിസന്ധി ഉണ്ടായ ശാന്തമായി നിന്ന് മാതാവ് കാനാവിൽ ഇടപെട്ട് അത് പരിഹരിച്ചതുപോലെ വളരെ ശക്തമായി നിന്ന് ഇടപെടുവാൻ നമുക്ക് കഴിയണം. അതിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? സാമർത്ഥ്യം. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ വീട് പണിയേണ്ടത്? സാമർത്ഥ്യം കൊണ്ട്. ഏത് വാക്യമാ? സദൃശവാക്യം 31:10-11. ഇനി നാലാമത് സദൃശ്യവാക്യം. നല്ല പ്രവൃത്തി കൊണ്ട് വേണം വീട് പണിയാൻ. എന്തുകൊണ്ടാ? നല്ല പ്രവൃത്തി കൊണ്ട്. സദൃശ്യവാക്യം 31:31. എളുപ്പമാ പഠിക്കാൻ. 31:31. നല്ല പ്രവൃത്തി ഒന്ന് വായിച്ചേ. അവളുടെ കൈകളുടെ ഫലം അവൾക്ക് കൊടുപ്പീൻ. സ്വന്തം പ്രവർത്തികൾ പട്ടണവാതുക്കൽ അവളെ പ്രശംസിക്കട്ടെ. നിന്റെ കുടുംബത്തിന്റെ പേര് എങ്ങനെ രൂപപ്പെടേണ്ടത്? നല്ല പ്രവൃത്തി കൊണ്ടുവേണം. നല്ല പ്രവൃത്തി കൊണ്ടുവേണം നിങ്ങളെ അടയാളപ്പെടുത്താൻ. നല്ല പ്രവൃത്തിക്കായി പരസ്പരം പ്രചോദിപ്പിക്കുന്നവരാകണം. ഒരു വീടിൽ നല്ല പ്രവൃത്തി ഉണ്ടാകണമെങ്കിൽ നല്ല പ്രവൃത്തിക്ക് വേണ്ടി പരസ്പരം എന്ത് ചെയ്യണം? പ്രചോദിപ്പിക്കണം. 27 മണിക്കൂർ നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക.
ഒരാളുടെ കുറ്റം മറ്റേയാൾ ഇങ്ങനെ കണ്ടെത്തി പറഞ്ഞുകൊണ്ടിരിക്കുക. അയാൾക്ക് നന്നായിട്ട് നല്ല പ്രവൃത്തി ചെയ്യാനും തോന്നൂ ഇല്ല. അപ്പൊ നല്ല പ്രവൃത്തിക്ക് വേണ്ടി എന്ത് ചെയ്യണം? പ്രചോദിപ്പിക്കണം. ഭർത്താവ് ഭാര്യയെ പ്രചോദിപ്പിക്കണം. ഭാര്യ ആരെ പ്രചോദിപ്പിക്കണം? ഭർത്താവിനെ. ഞാൻ പറയും, നല്ല പ്രവർത്തികൾ ആഘോഷിക്കപ്പെടേണ്ട ഇടത്തിന് പറയുന്ന പേരാണ് വീട്. അവിടെ നല്ല പ്രവർത്തികൾ ആഘോഷിക്കപ്പെടണം. ഇനി തോൽവിയോ വീഴ്ചയോ പരാജയമോ വന്നാൽ അവരെ എന്ത് ചെയ്യണമെന്നറിയാമോ? ചേർത്ത് പിടിക്കണം. അപ്പം വീഴ്ചകളെ അതിജീവിക്കാൻ ഒരുമിച്ച് നിൽക്കണം. നല്ല കാര്യങ്ങൾ ആഘോഷിക്കപ്പെടണം. ഇന്ന് അതിന് പകരം എന്താ ചെയ്യുന്നത്? ഒരു വീഴ്ചയുണ്ടെങ്കിൽ പറഞ്ഞ് ഉള്ളിൽ ആത്മവീര്യം പോലും കെടുത്തി നിൽക്കുന്ന. അപ്പൊ വീട് നമുക്ക് ദൈവം തമ്പുരാൻ തരുന്നത് എന്തിനു വേണ്ടി? നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ. നല്ല പ്രവൃത്തി ചെയ്ത് ജീവിതത്തെ സെലിബ്രേറ്റ് ചെയ്യാൻ തരുന്ന സ്ഥലമാണ് ഏത്? വീട്. ഇനി നമ്മുടെ കൂട്ടത്തിലുള്ളവര് എല്ലാവരും എപ്പോഴും ജയിക്കൂ? ഇല്ല. എല്ലാവരും എപ്പോഴും അങ്ങ് നന്നായി പോവോ? ഇല്ല. ഒരു വീഴ്ച വന്നാൽ ഒരു കൈത്താങ് കൊടുത്ത്, ഒരു നല്ല ഉപദേശം കൊടുത്ത്, ഒരു നല്ല പ്രചോദനം കൊടുത്ത് ചേർത്ത് നിർത്തി അതിനെ അതിജീവിക്കാൻ സഹായിക്കുമ്പോഴാണ് അതെന്തായിട്ട് വരുന്നത്? വീടായിട്ട് മാറുന്നത്. നമ്മളൊന്ന് ഓർത്ത് നോക്കി, നമ്മൾ വീടൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? 100 വർഷം കഴിഞ്ഞാൽ ഈ വീട്ടിൽ ആരായിരിക്കും താമസിക്കുന്നത്? ഒന്ന് ഓർത്ത് നോക്കിക്കേ. 100 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ആരായിരിക്കും? തുമ്പോണുകാർ ഇപ്പൊ പന്നി കയറാൻ തുടങ്ങിയെന്ന് കേട്ടോ. പന്നി ആയിരിക്കുമെന്ന്. അപ്പം നമ്മൾ ഓർത്ത് നോക്കിക്കേ. അപ്പം ഇത് വിട പറയേണ്ട സ്ഥലമാണ്. വീടെന്ന് പറഞ്ഞ എന്താ? വിട പറയേണ്ട സ്ഥലമാണ്. എന്ത്? വീട്. ഒരു ദിവസം നമ്മൾ ഇതിട്ട് പോകേണ്ടി വരും. ഒരു ദിവസം നമ്മൾ ഇതിട്ട് കളഞ്ഞിട്ട് പോയേ മതിയാകൂ. വിട പറയേണ്ട സ്ഥലമാണ്. അപ്പൊ അവിടെ നിങ്ങളുടെ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയൊക്കെ എങ്ങനെയാ നേരിടേണ്ടത്? ഒരുമിച്ച് നേരിടണം. ഇപ്പൊ പരീക്ഷ അക്കാലം വരാൻ പോവാ. പരീക്ഷ കഴിയുമ്പോൾ എന്ത് വരും? റിസൾട്ട് വരും. റിസൾട്ട് വരുമ്പോൾ വീട്ടിലെ ചെക്കന് മാർക്ക് കുറവാ. എന്തായിരിക്കും പറയാൻ പോകുന്നത്? ആണുങ്ങൾ പറയാൻ പോകുന്നത് എന്തായിരിക്കും? നിന്റെ കുഴപ്പമാടി ചെറുക്കന് ഇത് കിട്ടിയത് അല്ലേ? ചെറുക്കന് നല്ല മാർക്ക് കിട്ടിയ പിന്നെ ആരുടെ മോനെ? അപ്പന്റെ മോനെ. നമുക്കറിയാം മനുഷ്യർക്ക് എത്ര ക്രോമോസോമാ ഉള്ളത്. കുത്തിയിരുന്ന് എണ്ണാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എണ്ണി തിരുമ്പോ പറയണേ എത്ര ക്രോമോസോമാ ഉള്ളത്. പോത്തിന്റെയും സിംഹത്തിന്റെയും ഒന്നും പറയരുത്. മനുഷ്യന് എത്ര ക്രോമോസോമാ ഉള്ളത്? ഇനി മുമ്പ് ഇരിക്കുന്ന കൊച്ചുങ്ങളോട് ചോദിക്കട്ടെ, എത്ര ക്രോമോസോമാ? 2? അല്ല, ഒരാളെങ്കിലും ഒന്ന് പറഞ്ഞേ. എന്റെ കർത്താവേ, 23 ജോഡി, 23 പേഴ്സ് മനുഷ്യന്റെ ക്രോമോസോം എന്ന് വെച്ചാൽ ഒരാൾക്ക് എത്ര എണ്ണം കാണും? 46 ക്രോമോസോമാ. 23 എണ്ണം കിട്ടിയത് ആരുടെ കയ്യിൽ നിന്നാണെന്നറിയാവോ? അറിയുന്ന അപ്പന്റെ കയ്യിൽ നിന്ന്. 23 എണ്ണം കിട്ടിയ ആരുടെ കയ്യിൽ നിന്നാണെന്നറിയാവോ? അമ്മയുടെ കയ്യിൽ നിന്ന്. അപ്പം 23 ക്രോമോസോം അപ്പന്റെ കയ്യിൽ നിന്ന് കിട്ടി. 23 ക്രോമോസോം ആരുടെ കയ്യിൽ നിന്ന് കിട്ടി? അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടി. അപ്പൊ ചെറുക്കന് പരീക്ഷയ്ക്ക് മുട്ട കിട്ടിയ പകുതി മുട്ട ആരുടെയാ? ഇത് മറച്ചു വെച്ചിട്ടാണ് പറയുന്നത് ആരുടെ കുഴപ്പാടി? ആരുടെ കുഴപ്പോ ചെറുക്കന് മാർക്ക് കിട്ടാത്തെ? പ്രിയപ്പെട്ടവരെ, വീഴ്ചകൾ വരുമ്പോ കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്താതെ ഒരുമിച്ച് ചേർന്ന് നിന്ന് നല്ല പ്രവൃത്തി ചെയ്യാനുള്ള ഇടമാക്കി എന്തിനെ മാറ്റണം? വീടിനെ മാറ്റണം. അതുകൊണ്ട് നിന്റെ വീടിന്റെ പ്രശംസ രൂപപ്പെടേണ്ടത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ടാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രശംസ വരുന്നത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ടാണ്. നല്ല പ്രവൃത്തി കൊണ്ട് വേണം ഒരു വീടിനെ അടയാളപ്പെടുത്താൻ. നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ. ശരിക്കും പറഞ്ഞ നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ. നമ്മുടെയൊക്കെ വിലയെന്ന് പറഞ്ഞാൽ എന്താ? ഈ നല്ല പ്രവൃത്തിയാ അല്ലേ? പിന്നെ ദൈവം ഊതിക്കയറ്റിയ എന്താണ്?
ശ്വാസം. ആണോ? ആണ്. ഇപ്പൊ എവിടെ ഇരിക്കുന്നേ? ഇപ്പൊ പള്ളിയിൽ എവിടെ ഇരിക്കുന്നേ? കസേരയിലാണ്. ദൈവം ഊതിക്കയറ്റിയ കാറ്റ് പോയാ പിന്നെ ഈ കസേര ഇരുത്തുവോ? ഇല്ല. പ്രധാനമന്ത്രിയെ ആ കസേരയിൽ നിന്ന് മാറ്റും, അല്ലേ? പ്രസിഡന്റിനെ മാറ്റും, തിരുമേനിമാരെ മാറ്റും, അച്ഛന്മാരെയും മാറ്റും, അല്ലേ? കാറ്റ് പോയാൽ പിന്നെ വികാരി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ ഗൃഹനാഥനാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്തുള്ളോണ്ടാ ഇപ്പൊ കസേര ഇരിക്കുന്നേ? കാറ്റുള്ളത് കൊണ്ടാണ്, അല്ലേ? ഈ കാറ്റ് പോവാറാകുമ്പോഴാ ചെന്ന് ഡോക്ടറെ കാണിച്ചിട്ട് പറയും, ഡോക്ടറെ എന്ത് പിടിച്ചോണേ? കാറ്റ്. ഡോക്ടർ അകത്ത് കൊണ്ടുപോയി വെന്റിലേറ്റർ ഇട്ടിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് പറയും എന്തോ പോയെന്ന്. കാറ്റ്. വേദപുസ്തകം പറയുന്നുണ്ട്, കാറ്റ് എവിടുന്ന് വരുന്നെന്ന് അറിയത്തില്ല. പിന്നെ DM ഉണ്ടേ കാറ്റ് പിടിക്കാൻ പറ്റുമോ? ഇല്ല. MD ഉണ്ടേ പിടിക്കാൻ പറ്റുമോ? MBBS ഉണ്ടേ പിടിക്കാൻ പറ്റുമോ? കാറ്റ് എവിടുന്ന് വരുന്നെന്ന് ഡോക്ടർക്കും അറിയത്തില്ല, എങ്ങോട്ടാ പോകുന്നതെന്ന് ഡോക്ടർക്ക് അറിയത്തില്ല. കാറ്റ് പോകും. നമ്മളൊന്നോർത്ത് നോക്കിക്കേ. ആണോ? ആണ്. ഇങ്ങോട്ട് വന്ന വണ്ടി ഏതാ? മാരുതി വന്നവരുണ്ട്, ഹോണ്ടായി വന്നവരുണ്ട്, ഹുണ്ടായി വന്നവരുണ്ട്, വോക്സ് വാഗനി വന്നവരുണ്ട്, ഓഡി വന്നവരുണ്ട്, ബെൻസി വന്നവരുണ്ട്. ഇപ്പൊ കാറ്റങ്ങ് പോട്ട് തിരിച്ചു പോകുന്ന ഏത് വണ്ടിക്കകത്തായിരിക്കും? ആംബുലൻസിലായിരിക്കും, അല്ലേ? അപ്പൊ വണ്ടി ഉപയോഗിക്കുന്നത് എന്തുള്ളോണ്ടാ? കാറ്റുള്ളത് കൊണ്ടാ. ഇനി ദേ നോക്കിക്കേ, ഇവിടുത്തെ അമ്മച്ചിമാരുടെയും ആൻറ്റിമാരുടെയും ഒക്കെ കയ്യില് വളയും ഉണ്ട്, മാലയുണ്ട്. ആണ്ട്രം മറച്ചു വെക്കുന്നു ഞാൻ ചോദിക്കുമെന്ന് വിചാരിച്ച അല്ല. മാലയുണ്ട്, കമ്മലുണ്ട്, വളയുണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ ചോദിക്കത്തില്ല, ധൈര്യപൂർവ്വം ഇരി. അപ്പൊ ഇതെന്തുള്ളോണ്ട് ഇടുന്നതെന്നറിയോ? കാറ്റുള്ളോണ്ട്. കാറ്റ് പോയാ ആദ്യം ഊരുന്ന എന്തായിരിക്കും? മാല ഊരും, വളയൂരും, കമ്മലൊക്കെ ഊരുന്ന ഇപ്പൊ വലിയ സാഹസമാണ്. കാരണം ഇവിടുന്ന് ഇവിടം വരെ കഴിച്ചിട്ടേക്കുമല്ലേ, ഇത് ഊരി വരുമ്പോഴത്തേക്ക് നേരം വെളുക്കും. അപ്പം മൊത്തം ഊരും. ഇനി ആ ചൈമര കടുത്തില് മാല കിടപ്പുണ്ടെങ്കിൽ കാറ്റ് പോയാ ഊരും. അതോ പറയോ എൻ്റെ അപ്പം കഴിഞ്ഞ് 8 കൊല്ലമായിട്ട് ഇട്ടോണ്ടിരിക്കുന്ന മാലയാടാ, ഇട്ടോട്ടെന്ന് പറയുവോ? ഇല്ല. ആദ്യം എന്ത് ഊരും? ദൂരും. പിന്നെ നമ്മള് താലി കെട്ടിയ പെണ്ണ് എവിടം വരെ വരും? കാറ്റ് പോയാ കല്ലറ വരെ വരത്തുള്ളൂ. വളർത്തിയ മക്കൾ എവിടെ വരത്തുള്ളൂ? കല്ലറ വരെ വരത്തുള്ളൂ. വാങ്ങിച്ചിട്ട കാർ എവിടെ കിടക്കത്തേ ഉള്ളൂ? പോർച്ചി കിടക്കത്തേ ഉള്ളൂ. സമ്പാദിച്ചു വച്ചേക്കുന്ന വീട് എവിടെ നിൽക്കത്തേ ഉള്ളൂ? തുമ്പമണേറം പിയോ അവിടെ അങ്ങ് നിൽക്കത്തേ ഉള്ളൂ. പക്ഷേ ഒടുക്കത്തെ യാത്രയ്ക്ക് നമ്മുടെ കൂടെ വരുന്നൊരു ചങ്ങാതിയാണ്. ഏത്? കാടി. ഇത് വെച്ച് തരും കേട്ടോ വീട്ടുകാര്. കാരണം വേറൊരുത്തനും കൊണപ്പെടാത്ത ആയതുകൊണ്ട് ഇത് വെച്ചോണ്ട് പോടാന്ന് പറയും. എന്തിനു വേണ്ടിയാ നീ തരുന്നതെന്ന് അറിയാവോ? എന്തിനാ തരുന്നത്? രാവിലെ മനോരമ വരുമ്പോ വായിക്കാൻ തരുവാന്നോ? ആണോ? അതോ ഉറങ്ങുമ്പോ സ്വപ്നം കാണാൻ തരുവാന്നോ? അല്ല. പിന്നെ ഇത് ഒരുത്തനും ഗുണപ്പെടത്തില്ല. വെച്ചു കൊടുത്തേലടാ വെച്ചോണ്ട് പറയും. അപ്പൊ അതുകൊണ്ട് ഇത് എന്ത് ചെയ്യണമെന്നറിയാമോ? വല്ലപ്പോഴും ഇതെടുത്ത് ഉമ്മ വെക്കണം. കാരണം നിന്റെ ഭാര്യ നിന്റെ കൂടെ വരത്തില്ല. മക്കൾ വരുവോ? ഇല്ല. വണ്ടി വരുവോ? ഇല്ല. വീട് വരുവോ? ഇല്ല. ഒടുക്കത്തെ യാത്രയ്ക്ക് നമ്മുടെ കൂടെ വരുന്ന ചങ്ങാതിയാണ് ഏത്? കണ്ണാടി. ഒടുവിലെ യാത്രയ്ക്ക്. അതുകൊണ്ട് ഇത് വാങ്ങിച്ചു വെക്കുമ്പോ ഉണ്ടല്ലോ, നല്ല ഒന്നാന്തരം കണ്ണാടി വാങ്ങിച്ചു വെച്ചോണം. നമ്മുടെ വില എന്തിന്റെ വിലയാ? ദൈവത്തിന്റെ ശ്വാസം. അതുകൊണ്ടാ ഹെക്സാമറോൺ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ മാർ ബസേലിയോസ് കുറിക്കുന്നുണ്ട്, മനുഷ്യ നീ മണ്ണാകുന്നു എന്നതിനെ ഓർത്ത് വിനയപ്പെടണം. ദൈവത്തിന്റെ ശ്വാസം നിന്നിൽ വസിക്കുന്നു എന്നതോർത്ത് കുലീനതയോടെ ജീവിക്കണം. 2 കാര്യമാ ഹെക്സാമറോണിൽ മാർ ബസേലിയോസ് നമ്മളെ പഠിപ്പിക്കുന്നത്. എന്താ പഠിപ്പിക്കുന്നത്? ഹേ മനുഷ്യ, നീ മണ്ണാകുന്നു എന്നതിനെ ഓർത്ത് നീ വിനയപ്പെടണം. ദൈവത്തിന്റെ ശ്വാസം നിന്നിൽ വസിക്കുന്നു എന്നതോർത്ത് എങ്ങനെ ജീവിക്കണം? കുലീനമായി ജീവിക്കണം. കുലീനമായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട തുമ്പോൺകാരെ, മസിൽ പിടിച്ച് നീ ജീവിക്കണ്ട കേട്ടോ. വീട് പണിയേണ്ടത് ഒന്നാമത് എന്തുകൊണ്ടാ? ജ്ഞാനം കൊണ്ട്. ഏത് വാക്യവാ? സദൃശവാക്യം 14:1. രണ്ടാമത് വീട് പണിയേണ്ടത് എന്തുകൊണ്ടാ? വിവേകം കൊണ്ട്. ഏത് വാക്യവാ?
സദൃശവാക്യം 19:14. മൂന്നാമത് എന്തുകൊണ്ടാ വീട് പണിയേണ്ടത്? സാമർത്ഥ്യം കൊണ്ട്. ഏത് വാക്യമാ? 31:10-11. അത് കഴിഞ്ഞ് നാലാമത് എന്തുകൊണ്ടാ വീട് പണിയേണ്ടത്? നല്ല പ്രവൃത്തി കൊണ്ട്. ഏത് വാക്യമാ? 31:31. സന്തോഷത്തോടെ ജീവിക്കണം. അത് മനസ്സിലാക്കണമെങ്കിൽ ഒരു കാര്യം കൂടെ ഞാൻ പറയാം കേട്ടോ. പൗലോ കൊയ്ലോ എന്ന് പറഞ്ഞൊരു എഴുത്തുകാരനുണ്ട്, കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ആൽക്കമിസ്റ്റ്, ഫിഫ്ത്ത് മൗണ്ടൻ ഒക്കെ അദ്ദേഹത്തിന്റെ പുസ്തകമാണ്. അദ്ദേഹത്തിന്റെ മനോഹരമായ ഒരു ഗ്രന്ഥമാണ് ലൈക്ക് ദ ഫ്ലോയിങ് റിവർ, ഒഴുകുന്ന പുഴ പോലെ. DC ബുക്സ് അത് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. കിട്ടുവാണെങ്കിൽ വാങ്ങിച്ചൊന്ന് വായിക്കണം. അപ്പം അതിനകത്ത് അദ്ദേഹം ഒരു വല്യമ്മയെ കുറിച്ച് പറയുന്നുണ്ട്. അയാളെ നാട്ടിലെ വല്യമ്മ. വല്യമ്മയുടെ പേരെന്താ അറിയോ? നോമ. എന്താണ്? നോമ. നോമ എന്ന് പറയുന്ന ആ പടുവൃത്തയുടെ പ്രത്യേകത എപ്പോഴും സന്തോഷമാണ്. എപ്പോൾ നോക്കിയാലും എന്താ? ഹാപ്പിയാ. വല്യമ്മയ്ക്ക് വലിയ സ്വത്തൊന്നുമില്ല. ഒരു കുന്നിൻ ചെരുവിൽ ഒരു കുഞ്ഞു കുടിലും ഒരു ഇത്തിരി സ്ഥലവും. പക്ഷേ പൗലോ കൊയ്ലോ നോക്കുമ്പോഴൊക്കെ വല്യമ്മ എപ്പോഴും എന്താ? ഹാപ്പി. അപ്പോൾ ഒരു ദിവസം പൗലോ കൊയ്ലോ വല്യമ്മയോട് ചോദിച്ചു, വല്യമ്മയുടെ സന്തോഷത്തിൻ്റെ കാരണം എന്താ? അപ്പോൾ പറഞ്ഞു, എടാ നീ എൻ്റെ കൂടെ വാ, വീട്ടിൽ വരെ, എൻ്റെ സന്തോഷം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ഒരു ദിവസം പൗലോ കൊയ്ലോ വല്യമ്മയുടെ കൂടെ കുന്നിൻ ചെരുവിലുള്ള വല്യമ്മയുടെ വീട്ടിൽ പോയിട്ട് പൗലോ കൊയ്ലോട് പറഞ്ഞു, നീ ഇവിടെ ഇരുന്നായിട്ട് ഒരു കസേരയിട്ട് അവിടെ ഇരുത്തി. അകത്തുപോയി ഒരു കലണ്ടർ എടുത്തുകൊണ്ട് വന്നു. നോക്കുമ്പോൾ കലണ്ടർ നിറച്ച് കുത്തിക്കുറിച്ച് വെച്ചേക്കുക. പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ ഒരു കലണ്ടറുണ്ട്, കലണ്ടർ നിറച്ച് കുത്തിക്കുറിപ്പായിരിക്കുമല്ലോ. എന്തായിരിക്കും അത് എഴുതി വെക്കുന്നത്? പാലിന്റെ കണക്ക്. ഇത് കിട്ടാനുള്ള കണക്കാ. കാണുമ്പോൾ സങ്കടവാ അല്ലേ? നമ്മുടെ കലണ്ടർ നോക്കിയാൽ എന്താണ്? സങ്കടവാ. അപ്പൊ നോമയുടെ കലണ്ടർ നോക്കിയപ്പോൾ അതിനകത്ത് എഴുതി വെച്ചത് എന്തറിയോ? ഓരോ ദിവസവും സെലിബ്രേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. മരുമോടെ ബർത്ത്ഡേ, അയലത്തുകാരൻ്റെ ബർത്ത്ഡേ, കൊച്ചുമക്കളുടെ ബർത്ത്ഡേ, മറ്റുള്ളവരുടെ ഓർമ്മ, ഇതൊക്കെ എഴുതി വെച്ചേക്കുക. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റാൽ ഈ വല്യമ്മ എങ്ങോട്ട് നോക്കും? കലണ്ടറിലോട്ട് നോക്കും. നോക്കുമ്പോൾ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യേണ്ട കാര്യം എന്താ? അതാ. അന്നത്തെ ദിവസം മൊത്തം അവരെങ്ങനെയായിരിക്കും? സന്തോഷത്തോടെ ആയിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ മസിൽ പിടിച്ച് വലിഞ്ഞു മുറുകി ജീവിക്കുന്നതിനേക്കാൾ നല്ല ഹോം മേക്കറായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം. ജ്ഞാനം കൊണ്ടും വിവേകം കൊണ്ടും സാമർത്ഥ്യം കൊണ്ടും നല്ല പ്രവൃത്തി കൊണ്ടും നമുക്ക് നമ്മുടെ വീട് പണിയാം. ഇനിയും നമ്മുടെ വീട്ടിൽ ഈ ജീർണത ആവശ്യമുണ്ടോ? ഇല്ല. ഈ വർഷത്തെ പെരുന്നാളെങ്കിലും കഴിയുമ്പോൾ എൻ്റെ വീട് ഒരു ഹാപ്പി ഹോമായി, സന്തോഷമുള്ള വീടാക്കി ഞാൻ മാറ്റും. അതിന് തക്കവണ്ണം ഞാൻ പ്രയത്നിക്കും. നല്ല വീടുകൾ തുമ്പമണ്ണിൽ ഉരുവെടുക്കുന്ന ഒരു നല്ല പെരുന്നാളായിട്ട് ഈ വർഷത്തെ പെരുന്നാൾ തീരട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ഇതിലേക്ക് ക്ഷണിച്ച പ്രിയപ്പെട്ട അച്ഛന്മാരോടും ഇതിൻ്റെ എല്ലാ വ്യക്തിത്വങ്ങളോടുമുള്ള സ്നേഹവും ആദരവും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.